السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. حسبي الله حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا وكثرت ذنوبنا فادركنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر. صدق الله العلي العظيم. وقال النبي المصطفى محمد صلى الله عليه وسلم: الدنيا مزرعة الآخرة. صدق رسوله الكريم. ثم رضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف في الناشر الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا
على حبيبك خير الخلق كلهم وعلى محمد سيدنا محمد. ബഹുമാന്യനായ അധ്യക്ഷൻ ഉസ്താദ് ഇബ്രാഹിം മലൈബാരി ഉദ്ഘാടനം ചെയ്ത സമാദരണീയനായ ഉസ്താദ് ഇബ്രാഹിം യമാനി, ഈ നാട്ടിൽ സമസ്തയുടെ വക്താവും പ്രയോക്താവും വൈജ്ഞാനിക സേവന തീരത്തെ നിസ്വാർത്ഥമായ സേവനത്തിലൂടെ ജീവിതം ശ്ലാഘനീയമാക്കിയ ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതന്റെ സ്മരണ കൂടിയാണ് ഈ സദസ്സിലെ ഉദ്ദേശ്യം എന്നറിയാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ നേരിട്ട് കണ്ട ഓർമ്മയോ പരിചയമോ എനിക്കില്ലെങ്കിലും അദ്ദേഹത്തെ മൊബൈലിലൂടെ കണ്ടത് ഏറ്റവും വലിയ ഒരു ഖിദ്മത്തിന് നേതൃത്വം കൊടുക്കുന്നതായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിലാഷങ്ങൾ മുഴുവൻ പൂവണിയാതെ ഭൗതികമായ പ്രതീക്ഷകൾ വാക്കി ഇട്ടേച്ചുകൊണ്ട് കുഞ്ഞുമക്കളെ അനാഥരാക്കി കടന്നുപോയ ആ പണ്ഡിതനായ സുഹൃത്തിന്റെ ഏകാന്തതയുടെ ഖബറിന്റെ മണ്ണറയിലേക്ക് അല്ലാഹു ഈ നന്മയുടെ സവാബ് വെളിച്ചമായി, തെളിച്ചമായി, പ്രകാശമായി അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ഖബർ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ജീവിതത്തിന്റെ സ്വാഭാവികമായ ഏതെങ്കിലും വീഴ്ചകൾ കാരണത്താൽ ആ പ്രിയപ്പെട്ട സഹോദരൻ ചെറിയ രൂപത്തിലെങ്കിലും അദാബിൽ ഉണ്ടെങ്കിൽ അല്ലാഹു അവന്റെ അനുഗ്രഹം കൊണ്ട്, അവന്റെ കൃപ കൊണ്ട്, ഈ സദസ്സിന്റെ പുണ്യം കൊണ്ട് അതൊക്കെ അദ്ദേഹത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുത്ത് അല്ലാഹു നമ്മുടെ ഈ നന്മയുടെ സവാബ് ഈ സമയം തന്നെ അവരുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് അനുസ്മരണ പ്രഭാഷണം നടത്തിയ പ്രിയങ്കരനായ മുഹമ്മദ് സഅദി എടയൂർ, ബഹുമാനനായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ ഇൻഷാ അല്ലാഹ് അവിടെ എത്തിയിട്ടില്ല, തങ്ങൾ എനിക്കറിയാതുകൊണ്ട് എത്തിയിട്ടില്ല, ഏതാനും സമയത്തിനുള്ളിൽ. അതുപോലെ ഷരീഫ് കോയത്തങ്ങൾ, KMBS തങ്ങൾ, മൊയ്തീൻ മുസ്ലിയാർ, റസാഖ് മുസ്ലിയാർ, അബ്ദുൽ വാഹിദ് ലത്തീഫി, മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, അനീസ് ഫൈലി, ശംസുദ്ദീൻ ഫൈലി, അലി റഹ്മാനി, ബാവാജി, അബു സാഹിബ്, കരീം സാഹിബ്, യാഹു ആജി, അബ്ദുൽ ഖാദർ മാസ്റ്റർ, ഹനീഫ ഫൈസി, മൻസൂർ, VP ബാവ ഹാജി, ഉണ്ണിൻകുട്ടി മുസ്ലിയാർ, മുസ്തഫ സാഹിബ്, യൂസുഫ് കൊന്നക്കാട്ടിൽ, അബ്ദുൽ അസീസ്, AP കുഞ്ഞാനു, യൂസുഫ് ബാക്കവി, ബഷീർ മാവണ്ടിയോ, കുഞ്ഞീദു ഹാജി, കുഞ്ഞുട്ടി സാഹിബ്, ബാപ്പുട്ടി ഹാജി, മുഹമ്മദ് കുട്ടി, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഷംസുദ്ദീൻ റഹ്മാനി പോലെയുള്ള സദസ്സിലെ സമാദരണീയരായ പണ്ഡിതന്മാരെ, ഈ വിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ പവിത്രമായ വൈജ്ഞാനിക സ്വർഗീയ ഭൂമികയിൽ പടച്ചതമ്പുരാന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഇൽമിനു വേണ്ടി ദാഹിക്കുന്ന കൽബോടെ ദുആക്ക് വേണ്ടി യാചിക്കുന്ന ഹൃദയത്തോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് ഭാവിയെ പാപമുക്തമാക്കാനുള്ള തഖ്വയുടെ ഊർജ്ജം നൽകുന്ന ഒരു സദസ്സായി ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ജീവിതത്തിന്റെ യാത്രയിൽ സംഭവിച്ച പാളിച്ചകൾ അല്ലാഹു പൊറുക്കുകയും ആത്മാവിനെയും ദേഹത്തെയും ദേഹിയെയും അവന്റെ പൊരുത്തത്തിലായി സിഹത്തിലും ആഫിയത്തിലും റിളയിലുമായി ഉറപ്പിച്ചു നിർത്താൻ
അള്ളാഹു നമുക്ക് കെൽപ്പ് നൽകുകയും ചെയ്യട്ടെ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാനും നിങ്ങളും നന്നായി ഉൾക്കൊള്ളണമെന്ന് എൻ്റെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടും ആവശ്യപ്പെടുകയാണ്. ജീവിതത്തിന്റെ അവസാന ശ്വാസം പിരിയുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കാൻ പ്രഭാഷണത്തിന്റെ ആത്മീയമായ നിബന്ധന എന്ന നിലയിൽ എന്നെയും നിങ്ങളെയും ഞാൻ അറിയിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ലോകം ഒരു പരീക്ഷണത്തിന്റെ പോർക്കളമാണ്. ഇവിടെ ആഭാസ ആത്മീയതയുടെ സമ്മിശ്രമായ ലോകമാണ്. ആലമുൽ അർവാഹിൽ നമുക്ക് തക്ലീഫ് ഉണ്ടായിരുന്നില്ല. ഇന്നലെ വൈകുന്നേരം ഇവിടെ ഒരു സഹോദരൻ വഫാത്തായി എന്ന് ഇവിടുത്തെ പള്ളിയിലെ മുഅദ്ദിന്റെ വാപ്പയാണ്. അതും ഒന്ന് ഓർമ്മപ്പെടുത്തിയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് ഖബർ സന്തോഷത്തിലായി കൊടുക്കട്ടെ. ചെറുപ്പക്കാരൻ നന്നായിട്ട് മനസ്സിലാക്കണം, ഞാനും മനസ്സിലാക്കണം. ആലമുൽ അർവാഹിൽ തക്ലീഫ് ഉണ്ടായിരുന്നില്ല. നമുക്ക് തക്ലീഫില്ല. ആലമുൽ ബുത്തൂൻ ഉമ്മയുടെ ഗർഭാശയത്തിലും തക്ലീഫ് നമ്മളോട് ബന്ധപ്പെട്ടിട്ടില്ല. ചിന്തിക്കണേ. ഇനി ആലമുൽ ബർസഖിലേക്ക് നമ്മൾ പോണത്, ഖബർ, അവിടെയും തക്ലീഫില്ല. ആലമുൽ ജസാ പിന്നെ തക്ലീഫില്ല എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തക്ലീഫുള്ളത് ഈ ദുനിയാവിൽ മാത്രമാണ്. കാരണം ഇവിടെ പരീക്ഷണത്തിന്റെ പോർക്കളാണ്. അതിനാണ് അല്ലാഹു തആല ഇബ്ലീസിനെ സൃഷ്ടിച്ചത്. ചില ആളുകൾ ചോദിക്കാറുണ്ട് ഫോൺ വിളിച്ചിട്ട്, ഉസ്താദ് ഇബ്ലീസിനെ എന്തിനാ സൃഷ്ടിച്ചതെന്ന്. എന്തിനാ? ഇവിടെ വടംവലി മത്സരം നടക്കുന്ന സ്ഥലമാണ്. ഈ വടംവലിയിൽ അപ്പുറത്ത് വലിക്കാൻ ആള് വേണമല്ലോ, അങ്ങനെയല്ലേ അല്ലേ? അല്ല, ഒരു കാർ എടുത്തിട്ട് ഒരാൾ ഇങ്ങനെ വലിച്ചിട്ട് എന്താ കാര്യമുള്ള? അപ്പൊ അപ്പുറത്ത് വലിക്കാൻ ആള് വേണം. അതിൽ ജയിച്ചവർക്കാണ് കപ്പിട്ടല്. അതിപ്പോ ഇന്ന് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കാൻ കാരണം എന്താന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ണിന്റെ മുമ്പിൽ ഒരു ഉദാഹരണം കാണിച്ചെന്നാണ്. ഈമാനിക രംഗത്ത് നമ്മൾ വടം വലിക്കുകയാണ്. അപ്പുറത്ത് പിടിച്ച് വലിക്കേണ്ടത് ശൈത്താനാണ്. അപ്പുറത്തല്ല കേട്ടോ, ഈമാന്റെ നേരെ എതിരെന്നുള്ള അർത്ഥത്തിന് ഞാൻ പറയുന്നു. നമ്മൾ സിറാത്ത് മുസ്തഖീമാകുന്ന കാർമ പിടിച്ചതാണ്. ശൈത്താൻ അപ്പുറത്തും പിടിച്ച് വലിക്കാണ്. ഇത് എങ്ങോട്ടാണ് വീഴുന്നത് അതുപോലെ ഉണ്ടാവും ആഖിബത്ത്. അത് മുത്തഖീങ്ങൾക്കാണ് അവസാന വിജയം എന്ന് പരിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി, കട്ടായമായി, അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണം, ഗൗരവക്കാരാവണം. എന്തുകൊണ്ട്? ഇത് അശ്രദ്ധവാന്മാരായ ആഭാസത്തിന്റെ പിന്നാലെ പോകാനുള്ള നാടല്ല. ഇവിടെ വടംവലിയാണ്. വടംവലി മത്സരം ഇവിടെ എവിടെ നടക്കേണ്ടതുണ്ട്. അവിടെ നിങ്ങൾ പോയോക്കാണി. ഇവർക്ക് കയറ്, മസില്, വലിയ എന്നല്ലാത്ത വേറൊരു ചിന്ത ഉണ്ടാവില്ല. പെണ്ണുങ്ങൾ വിളിച്ചാൽ ചൂടാവൂല്. ഞാൻ എവിടെയെന്ന് എനിക്കറിയില്ലേ, ചൂടാവും. ഗൾഫിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരൻ വിളിച്ചാൽ പോലെ ചൂടാവും. ഈ വലിയിൽ പങ്കെടുക്കുന്ന ആൾക്കാരാരെങ്കിലും ഏതെങ്കിലും കച്ചവടത്തിൽ പാർട്ണർമാരാണെങ്കിൽ മറ്റൊരു പാർട്ണർ വിളിച്ചിട്ട് നമ്മളെ കച്ചവടമൊക്കെ പൊളിഞ്ഞിരിക്കണം, കാരണം ഇപ്പൊ നോട്ടൊന്നും എടുക്കാത്തതുകൊണ്ട് വലിയ പ്രശ്നം എന്ന് അപ്പം പറയും, അത് ഞാൻ നാളെ പറയും, ഇപ്പൊ പോയി പണി വെക്കുന്ന പറയും. ഇവരെ ശ്രദ്ധ കയറ്, വലി, മസില്, കപ്പ്, ഈ 4 കാര്യം. ഇങ്ങനെ ആയിരിക്കും ദുനിയാവിൽ മുഅ്മിനീങ്ങൾ. എന്നാൽ നിങ്ങൾ ചിന്തിക്കണം, വടംവലി മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ആരെങ്കിലും ആ മത്സരത്തിനിടയിൽ ഐസ് ഊമ്പിയാൽ, അല്ലെങ്കിൽ ഐസ്ക്രീം തിന്നാൽ, അല്ലെങ്കിൽ മത്സരത്തിനിടയിൽ ഒരു കൈകൊണ്ട് മൊബൈലിൽ വിളിച്ചാൽ പരാജയം ഉറപ്പാണ്. അത് തന്നെയാണ് പരിശുദ്ധമായിട്ടുള്ള ഖുർആനും പറയുന്നത്. ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹും വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ബിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ അജബൽ കുഫാർ നബാതുഹു فتراه مصفرا ثم
يكون حطاما وفي الآخرة عذاب شديد. വിശുദ്ധമായിട്ടുള്ള ഖുർആൻ പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനുഷ്യരെ, ദുനിയാവ് പരീക്ഷണത്തിന്റെ പോർക്കളമാണെന്ന് വിസ്മരിക്കണ്ട. ഇത് ആഭാസഗംഗയുടെ താവളമാണ്. പ്രകോപനത്തിന്റെയും പ്രലോഭനത്തിന്റെയും ഭീഷണിയുടെയും മധ്യയാണ്. ഇവിടെ സന്തോഷ സന്താപം സമ്മിശ്രമായി കളിയാടുന്ന സ്ഥലമാണ്. ഇവിടെ ഏത് മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും രാജാവാണെങ്കിലും അടിമയാണെങ്കിലും ഇവിടെ യുവാവാണെങ്കിലും വൃദ്ധനാണെങ്കിലും സന്തോഷവും സന്താപവും അവൻ നേരിടേണ്ടതാണ്. ഏത് പണക്കാരനും ഇവിടെ സന്താപം പേറേണ്ടി വരും. ഏത് രാജാവും മന്ത്രിയും ഇവിടെ സന്താപം പേറേണ്ടി വരുന്നതാണ്. കാരണം ഇനിയൊരു ലോകം വരാനുണ്ട്. അവിടെ സന്തോഷമെങ്കിൽ സന്തോഷം മാത്രം, സന്താപമെങ്കിൽ സന്താപം മാത്രം. സന്താപമുള്ളവർക്ക് സന്തോഷമില്ല, സന്തോഷമുള്ളവർക്ക് സന്താപമില്ല. ഇത് അതിനു മുമ്പ് രണ്ടും സമ്മിശ്രമായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യന്മാർ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഇമാം ഗസാലി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഒരാൾ അങ്ങാടിക്ക് രാവിലെ, നമ്മളെ കച്ചവടത്തിന്റെ കാര്യം മറക്കാനും മതി, ഇവിടെ കച്ചവടത്തിന് വന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. സൂറത്ത് സഫിൽ അല്ലാഹു തആല തിജാറത്ത് എന്ന വാക്ക് ഡയറക്റ്റ് പറഞ്ഞു. അതിന് ഒരു വ്യാഖ്യാനം വേണ്ട, ഡിക്ഷണറി എടുത്ത് പരിശോധിച്ച് നോക്കൂ. കച്ചവടം, കച്ചവടം. നിങ്ങൾ കച്ചവടം ചെയ്യണമെന്നാ ഖുർആൻ പറയുന്നത്. ഇത് കച്ചവടത്തിന്റെ സ്ഥലമാണ്. ഒരാൾ ഐസ് എടുത്തിട്ട് അങ്ങാടി കച്ചവടത്തിന് ഇറങ്ങി. പൂരപ്പറമ്പിലൊക്കെ കച്ചവടം നടത്തുന്ന ആളുകളെ കണ്ടില്ലേ, ജിലേബി കച്ചവടം നടത്തുന്ന ആൾക്കാർ. അപ്പൊ ജിലേബി ഒക്കെ ഉണ്ടാക്കിയിട്ട് അട്ടിയായിട്ട് വെച്ചിട്ട് കച്ചവടത്തിന് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് ആന പോകുന്നുണ്ട്. അതോടുകൂടി ഇപ്പോൾ ഒരു ജിലേബി പാത്രത്തിന്റെ അവിടെ നിന്ന് നീങ്ങിയിട്ട് ആനന്റെ വാലിന്റെ ബാക്കിൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ആന പോകുന്നിടത്തൊക്കെ പോയി ആനന്റെ ചാട്ടൊക്കെ കണ്ട്, കുറെ പിന്നെ ബാൻഡടി കണ്ട് ഒക്കെ കഴിഞ്ഞ മൂപ്പരൊക്കെ കഴിഞ്ഞപ്പോൾ പഠിച്ചോനെ ജിലേബിന്റെ കച്ചവടത്തിനാണ് നീച്ചോന്നാണല്ലോ ഞാൻ തിരിച്ചു പോയാല്. ഇന്നത്തെ സമാനാണ്, പാത്രത്തിൽ ഒരു പൊട്ടി ജിലേബി ഉണ്ടാവില്ല. ഇന്നത്തെ കുട്ടികളങ്ങൾക്ക് അറിയാലോ. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒന്നിനൊത്ത് പറ്റൂല എന്നതുപോലെയാണ് ഇവിടെ വന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇവിടെ വന്നതിന്റെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ തൊട്ട് തെറ്റിക്കുന്നത് എന്താണെങ്കിലും ആ ജിലേബി വെക്കാൻ നിന്ന ആള് ആ പാത്രത്തിന്റെ അവിടെ നിന്ന് പോയ പോലെയാണ്. ഐസ് വെക്കാൻ വേണ്ടി വന്ന ആള് പെട്ടി അവിടെ വെച്ചിട്ട് ലോകം ചുറ്റിട്ട് വന്നാൽ ഐസൊക്കെ വെള്ളമായി പോയിട്ടുണ്ടാവും, പിന്നെ വെക്കാൻ പറ്റൂല. എന്നതുപോലെ ഇവിടെ ഒരു കച്ചവടത്തിന് വന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഹൽ അദുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ, അലാ തിജാറ, ഒരു കച്ചവടത്തിന്റെ മേൽ അറിയിച്ചു തരട്ടെ. എന്താണ് ആ കച്ചവടത്തിന്റെ പ്രത്യേകത? തുൻജീകും മിൻ അദാബിൻ അലീം. രാപ്പകൽ ഭേദമന്യ പ്രഭാത പ്രദേശത്തിനിടയിൽ ചോരനീരാക്കി മുറിയെ പണിയെടുത്തിട്ട് നമുക്കിവിടെ മിച്ചം ലാഭം അരച്ചാണ് വേറെ വീർപ്പിക്കലാണ്. സുബ്ഹാനല്ലാഹ്. അതിന്റെ ക്രയവിക്രയം നടക്കുന്ന, വിനിമയം നടക്കുന്ന 500-ന്റെയും 1000-ന്റെയും നോട്ടിന് ബ്ലോക്ക് പ്രഖ്യാപിച്ച ഇടം മുതൽ കച്ചവടക്കാരിൽ പലരും ഗൾഫിൽ നിന്ന് വിളിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറയുകയാണ്. ഇന്നലെ ഒരാള് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഫഖീറാവാൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ ജീവിതത്തിന്റെ അത്യാവശ്യമായ വിഭവങ്ങളിൽ ഒരു ചെറിയ നോട്ടിന് അതാ ഈ മതേതരത്വ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ അത്യുന്നത സോപാനത്തിൽ വിരാജിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിലെ മുഖ്യനായ പ്രധാനിയായ പ്രധാനമന്ത്രി പിൻവലിക്കാനുള്ള പ്രഖ്യാപനം മിനിഞ്ഞാന്ന് 12 മണിയോട് പ്രഖ്യാപിച്ചപ്പോ ഡൽഹിയിൽ മാത്രമല്ല, കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമല്ല, കർണാടകയിൽ മാത്രമല്ല അതിന്റെ പ്രതിഫലനമുണ്ടായത്. അബുദാബിയിൽ പലരും കണ്ണീരിലാണ്, ദുബായിൽ പലരും സങ്കടത്തിലാണ്.
എന്റെ ജീവിതം താളം തെറ്റുമോ എന്ന ഭീതിയാണ്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനേ, അല്ലാഹു നമ്മൾ ഇവിടെ ഏൽപ്പിച്ചത് കച്ചവടമാണ്. ആ കച്ചവടത്തിൽ നമുക്ക് കാശ് നഷ്ടപ്പെടുകയാണ്, മൂലധനം തന്നെ നഷ്ടപ്പെടുകയാണ്. ആരുടേതാണ് നഷ്ടപ്പെടുന്നത് എന്ന് ഖുർആൻ കൃത്യമായി വ്യക്തമാക്കുകയാണ്. വൈകുന്നേര സമയം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരൊക്കെ തീരാ നട്ടത്തിലാണ്. ഖുർആന്റെ വാക്ക് ശ്രദ്ധിക്കണേ. ഹുസ്ർ എന്ന് എപ്പോഴാ പറയാന്നറിയോ? ഞാൻ ഇപ്പൊ ഒരു 16 രൂപന്റെ കച്ചവടം തുടങ്ങിയെന്ന് കരുതുക. എന്നാൽ ഇന്ന് ഞാൻ കച്ചവടം തുടങ്ങിയിട്ട് ഇങ്ങനെ ഇരുന്നു, ഒരൊറ്റ മനുഷ്യനും അവിടെ സാധനങ്ങൾ വാങ്ങാൻ വന്നില്ല, കച്ചവടം നടന്നില്ല, എന്നാ ഹുസ്ർ എന്ന് പറയില്ല. കച്ചവടം നടന്നില്ല എന്നേ വരുള്ളൂ. എന്തെന്ന് പറയില്ല? ഹുസ്ർ എന്ന് പറയില്ല. ഹുസ്ർ എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയോ? ഞാൻ ഇറക്കിയ 10,000 നഷ്ടപ്പെടുമ്പോ ഹുസ്റായി. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഞാൻ ഇറക്കിയ മുതലുണ്ടല്ലോ, അത് പൊളിഞ്ഞു പോയാൽ ഹുസ്ർ എന്നാണ് അറബി പറയാം. ഈ വാക്കിട്ടിട്ടാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണ്ടോ? ഇല്ലേ? നിങ്ങൾ വടംവലിന്റെ ആണ്ട് കൊണ്ടോ? ഇവിടെ ചിന്തിക്കുക. കാരണം ഇവിടെ ഇരുന്നിട്ട് അവിടെ പോയിട്ട് കാര്യമില്ല. പലരും പല രൂപത്തിലായിരിക്കും വാള് കേൾക്കുക. വാള് പറയുമ്പോ ചിലപ്പോ ചില ആളുകൾ നല്ല ശ്രദ്ധിക്കണമായി തോന്നും. പക്ഷെ ഇതിമുക്കൂടി വേറെ സ്ഥലത്തേക്കായിരിക്കും. ഇപ്പൊ ഇന്ന് സ്കൂൾ കുട്ടികളൊക്കെ ചെയ്യണ പോലെ തന്നെ പഠിത്തത്തിനോട് ഒരാൾ പറഞ്ഞു, പിന്നെ ബസ്സിൽ നിന്ന് അയാൾ ഇങ്ങനെ കേൾക്കുകയാണ്. ഒരു സ്കൂൾ കുട്ടി ഒരു വിദ്യാർത്ഥിനിയോട് ചോദിക്കുകയാണ്, മോളെ എനിക്ക് കാപ്പി വേണോ? അപ്പോ ഇവള് പറയുന്നുണ്ട് കാപ്പി വേണമെന്ന് പറയുന്നുണ്ട്. അതിലിവൻ ചോദിക്കുകയാണ്, കാപ്പി മധുരമുള്ളതാണോ വേണ്ടത്, മധുരമില്ലാത്തതാണ് വേണ്ടത്? അതിലവളൊരു ഇളം പുഞ്ചിരിയോട് കൂടി മധുരമുള്ളതാണ് വേണ്ടതെന്ന്. അതിലിവൻ ചോദിച്ചു, മധുരമുള്ളതാണെങ്കിൽ കൂടി കുടിക്കാണോ വേണ്ടത്, ഒറ്റ കുടിക്കാണോ വേണ്ടത്? അതിലവള് പറഞ്ഞു, കുടിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒറ്റ കുടിക്കലാണെന്ന്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ തിരിഞ്ഞത്? നിങ്ങൾക്ക് എന്താ തിരിഞ്ഞത്? നിങ്ങളിപ്പോൾ ആ കാപ്പിൻ്റെ ഉള്ളിൽ പോയിക്കണം. നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒഴിഞ്ഞു കുടിക്കാനായിരിക്കും. സത്യത്തിൽ ഇവൻ പ്രയോഗിച്ച വാക്ക് കാപ്പിയാണെങ്കിലും മാന അതല്ല. ഓലി കാപ്പി എന്ന് കേൾക്കുമ്പോൾ വേറെ സ്ഥലത്തേക്ക് എത്തുന്നത്. എന്ന പോലെ വേല കേൾക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇവിടെ ഒരു സ്ഥലത്ത് വേല പറയുമ്പോൾ മെഷറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ മുമ്പിലിരിക്കുന്ന ഒരാൾ ഭയങ്കര കരച്ചില്, പൊട്ടി കരയാൻ. സന്തോഷായി, അൽഹംദുലില്ലാ, വാള് മുതലായല്ലോ, ഒരാളെങ്കിലും കരഞ്ഞല്ലോ. അടുത്ത് വന്നപ്പോ ചോദിച്ചു, വല്ലാതെ പതറി പേടിച്ച് കരഞ്ഞില്ലേ? ഞാനല്ലിട്ട് വയൽ പറഞ്ഞത്, വേറെ ഉസ്താദാണ്. വല്ലാതെ പേടിച്ച് കരഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ ഇയാൾ ചോദിച്ചു, മാസ്റ്ററിനെ കുറിച്ചൊക്കെ കേട്ടിട്ടാണ് നിങ്ങൾ ഇത്ര കരയണമെന്ന് ചോദിച്ചപ്പോ കരഞ്ഞ ആൾ പറഞ്ഞു, നിങ്ങൾ മാസ്റ്ററിനെ കുറിച്ച് പറഞ്ഞിനോ? ഞാൻ കേട്ടില്ലായിരുന്നു. അയാൾ കേട്ടിട്ട് തന്നെയല്ല. എന്നാ മുമ്പിലിരുന്ന് കരയുന്നുണ്ട്. അപ്പൊ പിന്നെ ഉസ്താദ് ചോദിച്ചു, പിന്നെന്തിനപ്പം നിങ്ങൾ ഇങ്ങനെ കരഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ മുപ്പര് പറഞ്ഞു, ഈ ഉസ്താദിനൊരു കൂസന്താടിയാണ്, മൊത്തമില്ല, നടുവിൽ മാത്രം താടി. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇങ്ങനെ താടിയുള്ള ഒരു ആട്ടുംകുട്ടി എൻ്റെ പുരയിലുണ്ടായിരുന്നു. അത് കിണറ്റിൽ വീണ് അതിങ്ങനെ വെള്ളത്തിൽ കുടിച്ചിട്ട് വെള്ളത്തിന് ഇങ്ങനെ മുങ്ങിപ്പൊന്തുന്ന ഇടയ്ക്ക് ഇങ്ങനെ തല കുടഞ്ഞിന്. അങ്ങനെയാണ് നിങ്ങളെ തല കുടഞ്ഞത്. അപ്പൊ നിങ്ങളിങ്ങനെ കൂസം താട്ടിയിട്ട് തല കുടഞ്ഞപ്പോൾ എനിക്ക് ആട്ടുംകുട്ടിന് ഓർമ്മ വന്നു. അപ്പൊ കരഞ്ഞാണെന്ന് പറഞ്ഞു. നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മുമ്പിൽ ഇരുന്നിട്ട് എവിടുക്കാ പോയത്? അപ്പൊ നിങ്ങളെ എവിടേക്കും പോരുത്. ഞാൻ പറയുന്നൊരാശയുണ്ട്, അതിൽ നിങ്ങൾ വന്നാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് പിരിയാൻ കഴിയും. അങ്ങനെ പോവല്ലേ? അകക്കൻ തുറന്നൊന്നേ നോക്കുന്നേ മൂടാ, ഉൾസാരം വന്ന് ഉറങ്ങാമോ കേടാ. പകൽ കണ്ണാടച്ചാലീരുളാമോ പോട്ട, ഫന്തം പേടിച്ചാൽ ഫജ്റാമോ പൊട്ട. പൊട്ടാനി മുന്തുള്ളി പിഞ്ചോരെ കാട്ട, പിന്നീന് കാട്ടം ചുമന്നോരെ കൊട്ട. പെട്ടെന്ന് ചത്താൽ ചകിമല്ലേ പോട്ട, പറഞ്ഞോടൽക്ക് ബഹുമാനം പൊട്ട. ആലത്തിൻ പിള്ളേ അലങ്കാര പിള്ളേ, ആറഞ്ചും മുങ്ങി തെളിയാതെ പിള്ളേ, നാലില്ല പിള്ളേ. എന്ത് മനോഹരമായ കവിതകളൊക്കെ എന്നറിയാം. വിഷയ സംബന്ധിയായതാണ് ഉദ്ദേശിച്ചാണ് ഈ കവിത. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഉദ്ദേശിച്ചിട്ട് ഒരുപാട് ദിവസമായി. അപ്പോൾ ഇന്ന് ഒരുപാട് ആൾക്കാർ വിളിച്ചറിഞ്ഞു, നിങ്ങൾ എന്തിനാ കവിത എന്നാണ്ട് ഒഴിഞ്ഞെന്ന്. അപ്പോൾ അതുകൊണ്ട് ഗൾഫിൽ കേൾക്കുന്ന ഒരാളുകൾ, അവർക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. വലിയ മേനുള്ള വാക്കുകളാണിത്. ഓ പൊട്ടാനി മുന്തുള്ളി പിഞ്ചോരെ കാട്ട, സകല ആഭാസയിലുണ്ട്.
പൊട്ടാനി മുന്തുള്ളി പിഞ്ചോറ് കാട്ട പിന്നെ കാട്ടും ചുമന്നോരെ കൊട്ട പെട്ടെന്ന് ചത്താൽ ചകിമില്ലേ പോട്ട പറഞ്ഞിടൽക്ക് ബഹുമാനം പൊട്ട. പ്രധാനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ക്യാബിനറ്റ് മന്ത്രിയാണെങ്കിലും വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവനാണെങ്കിലും പട്ടാള മേധാവിയാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും പ്രഭാഷകനാണെങ്കിലും പാട്ടുകാരനാണെങ്കിലും ഗുസ്തിക്കാരനാണെങ്കിലും വടംവലിയിൽ പങ്കെടുക്കുന്നവനാണെങ്കിലോ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ഗുരുവാണെങ്കിലും പഠിതാവാണെങ്കിലും അധ്യാപകനാണെങ്കിലും മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലോ പോയാ പിന്നെ മന്ത്രിയല്ല, രാജനല്ല, രാജപുത്രനല്ല, ഭർത്താവല്ല, ഉസ്താദല്ല, പ്രഭാഷകനല്ല, സകലരുടെയും അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന വിശേഷണം മയ്യിത്തെന്നാണ്. സുബ്ഹാനല്ലാഹ്. സകല ആഭാസങ്ങളിൽ നിന്നും ആക്രോശങ്ങളിൽ നിന്നും ആക്രാന്തങ്ങളിൽ നിന്നും സകല ഏഷണിയിൽ നിന്നും സകല സെക്സിൽ നിന്നും ലഹരിയിൽ നിന്നും ആറാട്ട് പെക്കൂത്തു ബഹളാമയമായ അന്തരീക്ഷത്തിൽ നിന്നും പൊന്നുമോനെ ഇന്നിനി ഇവ കോമളനെങ്കിലടാ നാളെ നീ രോഗശയ്യയിലാണ്. ഇന്ന് നീ ആരോഗ്യവാനെങ്കിൽ നാളെ നീ രോഗങ്ങളുടെ കരാളഹസ്തങ്ങളിൽ കിടന്ന് പടയുന്നവനാണ്. ഇന്ന് നീ യുവാവെങ്കിൽ നാളെ നീ പടുവൃദ്ധനാണ്. ഇന്ന് നീ മനുഷ്യനെങ്കിൽ നാളെ നീ മയ്യിത്താണ്. അങ്ങനെ മയ്യിത്തായി 3 കഷ്ണം തുണിയിൽ പൊതിയപ്പെട്ട് മൂക്കിലൽപ്പം പഞ്ഞുമായി 6 കാലുള്ള കട്ടിലിൽ കയറി 6 അടി മണ്ണിലേക്ക് നിസ്സഹായാവസ്ഥയിൽ കടന്നു പോകുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഇനി പോകുന്നത് ആഭാസമേളയിലേക്കല്ല, ഇനി പോകുന്നത് സിനിമ കാണാനല്ല, കഞ്ചാവ് വലിക്കാനല്ല. ഇന്ന് നിങ്ങൾ പേപ്പറിൽ വായിച്ചില്ലേ, ഷൂട്ടിങ്ങിനിടയിൽ സുബ്ഹാനല്ലാഹ് ഒരു സിനിമാ താരം അപകടത്തിൽ മരിച്ചിരിക്കുകയാണ്. ഷൂട്ടിങ്ങിനിടയിൽ അപകടത്തിൽ ഒരു സിനിമാ താരം മരിച്ചില്ലേ എന്ന് പേപ്പറിൽ നിങ്ങൾ വായിച്ചില്ലേ? ആക്കൊന്നും വായിക്കണമല്ല. ഇന്നത്തെ ഏറ്റവും വലിയ ആഭാസങ്ങളിൽ ഒന്ന് സീരിയൽ സിനിമയാണ്. ഇന്ന് ലോകത്ത് സിനിമ കണ്ടുപിടിച്ചതിന് ശേഷം 1940 ശേഷമാണ് 50 അടുത്ത സമയത്താണ് TV രംഗത്ത് വന്നത്. അതിനുശേഷമാണ് ആഗോളാടിസ്ഥാനത്തിൽ കൊലപാതകവും വ്യഭിചാരവും ലഹരിയും കുടുംബ വഴക്കും അതിൻ്റെ ഇരട്ടി പ്രാപിച്ചത് എന്ന് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച ആളുകൾ എഴുതി വെച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇരട്ടിയത്. ഇപ്പൊ ഇരട്ടിയല്ല 10 മടങ്ങാണ്. ഇപ്പൊ വാളിന്റെ സാഹസിലൊക്കെ പോയിരുന്ന സംഘാടകര് ട്രൗസർ ഇട്ട് നമ്മളെ സ്വീകരിക്കുന്ന കാലമാണ്. ഈ ഷെഡിയുടെ ട്രൗസർ ഇടുക എന്നൊരു വിഷയമല്ല, അതൊക്കെ ഇട്ടിട്ട് സ്വീകരിക്കുന്ന കാലമാണ്. സംഘാടകരെ കണ്ടാൽ പേടിയാണ് കാലം. സംഘാടകരെ കണ്ടാല് പേടിയാണ് കാലം. പഠിച്ചോനെ ഇത് ഏത് കാടലകി വന്നതാണാവോ, ഏത് മൃഗശാലയിൽ നിന്ന് പുറത്തു പേടിയാണാവോ എന്ന് തോന്നിപ്പോ നമുക്ക് കണ്ടാൽ. അഭാസരംഗമേ, ദീനീ ചിട്ടയില്ലാത്ത അലമ്പുകളായി ചെറുപ്പക്കാർ മാറുകയാണ്. വാപ്പ മരിച്ചാൽ എങ്ങനെയാണ് നിസ്കരിക്കുക എന്നറിയില്ല. ഈടടുത്ത് 5 മക്കളുള്ള ഒരു പിതാവ് മരിച്ചപ്പോ ആ പള്ളിയിലെ ഖതീബ് പറഞ്ഞതാണ്, 5 മക്കളുമുണ്ട്, 2 ഗൾഫിൽ നിന്ന് വന്നതാണ്. 5 ആളോടും നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ 5 ആളും രംഗത്ത് വന്നില്ല. ചില സ്ഥലത്ത് ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ബഹുമാനിച്ചുകൊണ്ട് നിൽക്കാൻ പറയലുണ്ട്. ഇത് ആ ബഹുമാനമല്ല, അറിയാത്തത് കൊണ്ട് നിസ്കരിക്കാൻ മുന്നോട്ട് വന്നില്ല. 5 മക്കളുള്ള വാപ്പ മരിച്ചപ്പോ നിസ്കരിക്കാൻ വേണ്ടി ഖത്തീബ് വിളിച്ചപ്പോ 5 മക്കളും വന്നില്ല. ഖത്തീബിനെ ബഹുമാനിച്ചിട്ട് മാറിയെന്നല്ല, നിസ്കരിക്കാൻ അറിയാത്തോണ്ട് മാറി. പക്ഷെ ഓലും സഫിലുണ്ട്, സഫിലെ ഓലും നിന്ന്. അപ്പൊ സംഗതിയൊക്കെ കഴിഞ്ഞപ്പോ ഇയാള് ചോദിച്ചോലോ, മോനെ നിങ്ങളിപ്പോ 5 ആൾക്കാരും നിസ്കരിക്കാൻ വന്നിട്ടില്ലല്ലോ, അപ്പൊ നിങ്ങൾ എന്തപ്പോ നിസ്കരിച്ചെന്ന് ചോദിച്ചപ്പോ ഒരു മോൻ ചോദിച്ചോലോ, ഉസ്താദ് 1ാമത്തെ തക്ബീർ ഞാൻ ഫാത്തിഹ അല്ല ഓതുകയാണ്.
ഫാത്തിഹ അല്ലെന്ന്, കാരണം മുപ്പര് ഫാത്തിഹ ഓദിക്കണേ. ഇനിയിപ്പോൾ മുപ്പര് ഇസ്കാൽ ഇരിക്കുന്ന നിസ്കാരം കഴിഞ്ഞിട്ടാണ്. ഒന്നാമത്തെ തക്ബീർ കഴിഞ്ഞാൽ ഫാത്തിഹ തന്നെ അല്ലേ ഓതുക. അപ്പോൾ ഇയാൾ വെച്ച് രണ്ടാമത്തേലും മൂന്നാമത്തെ നാല് ഞാൻ മുണ്ടാതെ അങ്ങനെ നിന്നു. 5 മക്കളുണ്ടായിട്ട് വാപ്പ കബർക്ക് പോണ കോലം നോക്കാൻ നിങ്ങൾ ചിന്തിക്കണം. നോക്കൂ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതാണ് വിശുദ്ധമായിട്ടുള്ള ഖുർആന് പറഞ്ഞത്. തകാസുർ, നിങ്ങളെ ആഭാസം, നിങ്ങളെ അശ്രദ്ധവാന്മാരാക്കിയിരിക്കുന്നു. ഇലാഹിയായ ചിന്തയിൽ നിന്ന്, ആത്മീയമായ ചിന്തയിൽ നിന്ന് നിങ്ങളെ കൈപ്പിടിച്ചുകൊണ്ട് വലിച്ചിരിക്കുന്നു. നിങ്ങൾ ആഭാസത്തിന്റെ തോഴനാണ്. എന്നിട്ട് ഖുർആന് പറയുകയാണ്, ഇത് മരിച്ചിട്ട് ഖബറിന്റെ അടിയിൽ നിങ്ങൾ പോയി കവള് മണ്ണിലേക്ക് ചേർക്കപ്പെട്ട് കിടക്കുന്നത് വരെ ആഭാസം നിങ്ങളെ ഇലാഹിയായ ചിന്തയിൽ നിന്ന് മുടക്കിയിരിക്കുന്നു എന്ന് ഖുർആന് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ചിന്തിക്കണേ. ഒരുപാട് ഔലിയാക്കൾ, അമ്പിയാക്കൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സ്വാലിഹീങ്ങൾ കഴിഞ്ഞ കാലത്ത് ജീവിച്ചിട്ടുണ്ട്. എന്നാൽ ഒരുപാട് തമ്മാടികളും ജീവിച്ചിട്ടുണ്ട്. ഒരുപാട് വ്യഭിചാരികളും ജീവിച്ചിട്ടുണ്ട്. സ്വാലിഹീങ്ങളാണെങ്കിലും വ്യഭിചാരികളാണെങ്കിലും എല്ലാം ഓർമ്മയായി പോയില്ലേ? പലരും ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവ് മീസാങ്കല്ലിൽ കൊത്തിവെക്കപ്പെട്ട അക്ഷരക്കൂട്ടങ്ങളല്ലേ? ആ അക്ഷരങ്ങൾ അവിടെ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യൻ ഈ നാട്ടിൽ ജീവിച്ചോ എന്ന കാര്യം പോലും ജനങ്ങൾ വിസ്മരിച്ചില്ലേ? ഉമ്മമാരെ, ഭർത്താവിനൊത്ത് മണിയറയിൽ അതാ ഭർത്താവിന്റെ കൂടെ ശയ്യ പങ്കിട്ടുകൊണ്ട് ദാമ്പത്യ മലർവാടിയിലെ തേനൂറും സംസാരവും തേനൂറും ചിന്തകളുമായി ദാമ്പത്യത്തിന്റെ മധുരം അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ഈ മണിയറിൽ നിന്നെങ്ങാനും മോളെ നീ മണ്ണറയിലേക്കുള്ള മയ്യിത്തായി മാറിയാൽ, മോളെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് നിന്റെ ഭർത്താവ് മറ്റൊരു ഭാര്യയുടെ കൂടെയാണ്. നിന്റെ ഭർത്താവ് മറ്റൊരു ഭാര്യയുടെ കൂടെയാണ്. ആ സമയത്ത് ഇതേ മനുഷ്യൻ നിന്റെ നെഞ്ചത്തിൽ കാരിക്കിടക്കുമ്പോ ഇന്ന് അവന്റെ നെഞ്ചത്തുള്ളത്, ഇന്ന് അവൻ കാരിക്കിടക്കുന്നത് നിന്റെ നെഞ്ചത്തല്ല, മറ്റൊരു പെണ്ണിന്റെ നെഞ്ചത്താണ്. തൽസ്ഥാനത്ത് നിന്റെ നെഞ്ചത്തുള്ളതോ നിന്റെ മാറിടങ്ങളിലുള്ളതോ അത് പുഴുക്കളാണ്. ഈ യാത്രയെക്കുറിച്ച് മറക്കുമ്പോ മനുഷ്യൻ ആഭാസത്തിലാണ്, അവൻ അഹങ്കാരത്തിലാണ്, അവൻ പൊങ്ങച്ചത്തിലാണ്, അവൻ ധൂർത്തിലാണ്, അവൻ സെക്സിലാണ്, അവൻ പലിശയിലാണ്, അവൻ സിനിമയിലാണ്, അവൻ സകലമാന ധൂർത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും പിശാചിന്റെ ആളുരൂപങ്ങളായി കുടുംബം മാറുന്ന കാലമാണ്. അതുകൊണ്ട് ആഭാസത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് ആത്മീയതയിലേക്ക് വരണം. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ചിന്തയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. തഫക്കുറു സാത്തിൻ ഖൈറു മിൻ ഇബാദത്തി 60 സന എന്നാണ്. 1 മണിക്കൂർ നേരം ചിന്തിച്ചാൽ 60 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി അതിന്റെ മേലെ കിട്ടുന്നതാണ്. ഈ 60 ഒരു കണക്ക് എന്താ അറിയോ? അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70 മുഹമ്മദ് മുസ്തഫ. നിങ്ങളിപ്പോൾ 1 മണിക്കൂർ ചിന്തിക്കുകയാണെങ്കിൽ 60 കൊല്ലത്തെ ഇബാദത്തിന്റെ മേലെ കൂലി കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കേൾക്കുന്നതിലപ്പുറം ചിന്തിച്ചാലേ മനുഷ്യൻ രക്ഷപ്പെടുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സംഗതിയും തന്നെ ചിന്തിക്കാനാണ്, എല്ലാം ചിന്തിക്കാനാണ്. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ, നിങ്ങൾ കേൾക്കണേ. ഈ ലോകത്ത് തീ ഉപയോഗപ്പെടുത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ മനുഷ്യർ മാത്രമാണ്. നമ്മളെക്കാൾ ഭക്ഷണം കഴിക്കുന്ന മത്സ്യങ്ങളില്ലേ? നമ്മളെക്കാൾ ഭക്ഷണം കഴിക്കുന്ന ആനല്ലേ? അല്ലേ? അതിനൊന്നും തീ വേണ്ടല്ലോ. നമുക്ക് ഭക്ഷണം കഴിക്കാൻ എന്തിന്റെ ആവശ്യം വേണം? ഇവിടെ തീ ഉണ്ടാവില്ലേ? എന്താ നിങ്ങളെല്ലാരും കൂടി തുറച്ചു നോക്കണില്ല? ഇവിടെ തീ ഉപയോഗപ്പെടുത്തലില്ലേ? ഇല്ലേ? ഉണ്ട്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ മനുഷ്യന് തീയിന്റെ ആവശ്യം വന്നു. എന്താ അതിന്റെ പാടെന്നറിയോ? ആരിഫ്യങ്ങൾ കിതാബിൽ എഴുതിച്ചിട്ടുണ്ട്. ഈ തീയോണ്ട് നമ്മളെ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചോന്, അല്ല നമുക്ക് ഭക്ഷണം തരാൻ പാട്ടിലാക്കാൻ പറ്റൂലേ?
അള്ളാഹ് എന്താ മറ്റുള്ള മൃഗങ്ങൾക്കും മത്സ്യങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന പോലെ തീൻ്റെ ആവശ്യമില്ലാതെ മനുഷ്യന് ഭക്ഷണം ഉണ്ടാക്കാനുള്ള മനുഷ്യന് തിന്നാനുള്ള ഒരു അവസരം അവൻ്റെ കുടലിൽ കൊടുത്താൽ എന്താ കുഴപ്പമുള്ളത്? അള്ളാഹ്ക്ക് കഴിയല്ലോ. പിന്നെ എന്തിനാണ് ഈ തീയിട്ടിട്ട് തീയോണ്ട് ഭക്ഷണം ഉണ്ടാക്കി ചൂടാക്കിയിട്ട് തീറ്റിക്കണറിയോ? ഈ തീ കണ്ടാൽ ആ തീ ഓർമ്മ വരണം. അതിനാണ് ആരിഫ്യങ്ങളെ കിതാബുണ്ട്. ഈ തീ ഇങ്ങനെയാണ് കണ്ടാൽ ആ തീ ഓർമ്മ വരും. അതാണ് ഈ തീ ഇങ്ങനെ കണ്ടാൽ ആ തീ ഓർമ്മ വരും. അതങ്ങനെ ഓർമ്മയാണല്ലോ. അപ്പൊ നാളെ കല്യാണമുള്ള ഒരു ചെറുപ്പക്കാരൻ, നാളെ പുതിയാപ്പിള ഇറങ്ങണം. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ ഇന്ന് നിങ്ങളെ നാട്ടിൽ പുതിയാപ്പിള ഇറങ്ങണ ഒരാളെ കൂടെ പോകുമ്പോൾ അവൻ്റെ കോലങ്ങൾ നോക്കാൻ എല്ലാവരും പോണേനേക്കാൾ ഉഷാറായിട്ട് ചെത്തി പൊളിച്ച് പൗഡറൊക്കെ ഇട്ടിട്ട് അവൻ്റെ മുഖത്തൊരു പ്രകാശമയമായ പുഞ്ചിരി അവസ്ഥ ഉണ്ടാവും. കാരണം എന്താ പറയുക, ഒമ്പൻ്റെ കൂടെ ഇങ്ങനെ പുതിയാപ്പിള ഇറങ്ങുകയാണെങ്കിലും നാളത്തെ ഇറക്കാണ് അവൻ്റെ മനസ്സിലുള്ളത്. അപ്പൊ അതിനുള്ളൊരു ഏകദേശം ഒരുങ്ങിയിട്ടുള്ളത്. ഏത് കാര്യം അങ്ങനെയാണ്. അപ്പൊ ഈ തീ ഇങ്ങനെയാണ് കാണുമ്പോൾ ആ തീ ഇങ്ങനെ ഓർമ്മ വരും. അതിനാണ് ഈ തീ ഇവിടെ വെച്ചത്. ചില സംഗതിക്ക് അള്ളാഹു തആല ദുനിയാവിൽ അങ്ങനെയാണ്. ഇപ്പൊ വേറെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ ദുനിയാവിൽ ഏറ്റവും സുഖമുള്ള സംഗതി എന്താ പറയുക? ലൈംഗിക ബന്ധം. അതിന്റെ മേലെ സുഖമുള്ളൊന്നുമില്ല. അതെന്തിനാ അള്ളാഹ് വെച്ച കാര്യങ്ങള്? കാരണം അള്ളാഹു തആല ചില കാര്യങ്ങൾ സുഖിപ്പിച്ചിട്ട് നമുക്ക് നുണയിപ്പിക്കുകയാണ്. അവിടെ ഓർമ്മ വരാൻ. ഇവിടെ ഇപ്പോ ഭാര്യയായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് ലൈംഗിക സുഖം ആസ്വദിക്കുകയാണെങ്കിലും അതുകൊണ്ടല്ല ഈ സെക്സിൽ ചെറുപ്പക്കാരൊക്കെ അടിച്ചു കയറുന്നത്. ഓൽക്കറിയാ പോലീസുകാരന്റെ പ്രശ്നമാണ്. ഈ പെണ്ണ് ആരോടെങ്കിലും പറഞ്ഞ പ്രശ്നമാണ്. എയ്ഡ്സ് വരാൻ സാധ്യതയുണ്ട്. നാട്ടുകാരറിഞ്ഞാൽ തല നിർത്താൻ പറ്റൂല. വല്യപ്പാന്റെ അഡ്രസ്സ് പോവാണ്. വല്യമ്മാന്റെ കുടുംബത്തിന്റെ കുളന്തോണ്ടാണ്. പിന്നെ നമ്മളെ ചിലപ്പോൾ പൊളിഞ്ഞാൽ ജയിലിൽ കിടക്കേണ്ടി വരും. ഇതുകൊണ്ട് എന്ത് അലാക്ക വരികയെന്നറിയില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടും അതൊക്കെ അവഗണിച്ചിട്ട് കേവലം 2-1 മിനിറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഇക്ലി സെക്കൻഡുകൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടിയിട്ട് പാതിരാവിന്റെ ഉള്ളറ ഉപയോഗപ്പെടുത്തുന്ന ചെറുപ്പക്കാർ ഈ പണിക്ക് നിൽക്കണ എന്തിനാരെങ്ങള്? കുടുംബത്തിന്റെ കുളമ്പം തോണ്ടാനല്ല. അവര് ഇത്ര വലിയ ടേസ്റ്റ് വേറെ ഇല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട്. ഭക്ഷണത്തിന് അങ്ങനെ പോകില്ലല്ലോ. ഭക്ഷണത്തിന് അങ്ങനെ പോവോ? ഭക്ഷണത്തിന് ചിലപ്പം കല്യാണത്തിന് വിളിക്കാതൊക്കെ കയറുന്ന ചെറുപ്പക്കാരുണ്ട്, മാനമില്ലാത്തതുകൊണ്ട്. അല്ലാതെ ഇത്ര ആർത്തിയായിട്ടുണ്ടാവില്ല. കാരണം ഈ സുഖം ഭക്ഷണത്തിനില്ല. ഇതെന്തിനാ അല്ലാഹു തആല ഇങ്ങനെ സുഖം ഉണ്ടാക്കി തന്നേരങ്ങള്? ഇത് ചിന്തിച്ചിട്ടെങ്കിലും തൗബ ചെയ്ത് നന്നാൻ വേണ്ടിയിട്ടാണ്. കാരണം അനുവദനീയ രൂപത്തിലിട്ട ഭാര്യഭർത്തൃ ബന്ധ രൂപത്തിൽ ഈ ടേസ്റ്റ് കണ്ട് അറിയുമ്പോൾ നമ്മൾ നേരെ സ്വർഗത്ത് കണ്ടു പോകും. നരകത്തിന് ചിന്തിക്കാൻ അല്ലാഹു തആല തീ വെച്ചു, സ്വർഗത്തിന് ചിന്തിക്കാൻ ലൈംഗിക ബന്ധം വെച്ചു. കാരണം എന്താ? ഈ സ്വർഗത്ത് പോയതൊക്കെ തന്നെയാണ് പണിയുന്നേ, വേറെ പണിയൊന്നുമില്ല. സ്വർഗത്ത് പോയ തീറ്റ, പെണ്ണ്, കള്ള്, ഇതൊക്കെ തന്നെയാണ് പണി. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഈ പെണ്ണിനേറ്റ് അനുവദനീയ ഭാര്യനായിട്ട് ഇങ്ങനെ ചെറിയ കളി കളിക്കുമ്പോൾ രസം തോന്നിയാല് ഓനെ ഇൻട്രസ്റ്റ് വരും. പഠിച്ചോനെ അപ്പൊ സ്വർഗത്ത് ഇതിപ്പോ ആകെ 1.5 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെ ആകുമ്പോ സ്വർഗത്തിലെ പെണ്ണെന്ന് പറഞ്ഞാൽ നമ്മളെ ദുനിയാവിലെ പെണ്ണിന്റെ മാതിരിയല്ല. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് നഹുനുൻ നൈമാതു ഫലാനസുതു നഹനു റാദിയാതു ഫലാനൈഅസു ഞങ്ങൾ അനുഗ്രഹപൂരിതരാണ്. ഞങ്ങൾ പടച്ചവന്റെ തൃപ്തി കിട്ടിയവരാണ്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് നിരാശ വേണ്ടതില്ല എന്ന് പറയുമാറ് സൗന്ദര്യധാമകളായ വിതറപ്പെട്ട മുത്തുകളെ പോലെയുള്ള ഹൂറുല്യങ്ങള് ഒറ്റമുത്തിൽ നിർമ്മിക്കപ്പെട്ട മണിമന്ദിരങ്ങളില് മധുരരാഗ സ്വരസുതയിലൂടെ പാട്ടുപാടുമ്പോ പല്ല് തേക്കേണ്ട പ്രശ്നമില്ല, വിയർപ്പിന്റെ നാറ്റമില്ല, ഒരിക്കലും കുളിക്കേണ്ട ആവശ്യമില്ല, അവരുടെ ഇടയിൽ പരസ്പരമായിട്ടുള്ള വക്കാണമില്ല, ഭിന്നിപ്പില്ല. അങ്ങനെയുള്ള ഹൂറുല്യങ്ങളുമായി രതിക്രിയയിൽ ഏർപ്പെടുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 1 മിനിറ്റല്ല 2 മിനിറ്റല്ല 1000 കൊല്ലങ്ങളാണ് ആ ശരീരത്തിൽ കിടന്നുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ കൊട്ടാരങ്ങളിൽ സുഖിക്കുന്നത് എന്ന് തെറ്റാത്ത നാക്കിന്റെ മുത്തേ നബിയുനാ മുഹമ്മദ് മുസ്തഫ അന്നബി സല്ലു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി. അല്ലാഹ് 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 ഹൃദയത്തിന്റെ ചൈതന്യമേ, ജീവിതത്തിന്റെ വെളിച്ചമേ, വിശ്വാസത്തിന്റെ വിമോചകനേ, കൽബിൽ
കൽബിന്റെ കവാടമേ, റൂഹിന്റെ ഖിബിലയെ, മാനസങ്ങളുടെ ദർപ്പണമേ, അല്ലാഹുവിന്റെ മുത്തേ, ലോകത്തിന്റെ സത്തേ, ഈ വെള്ളിയാഴ്ചയുടെ പവിത്രമായ രാത്രിയിലെ സ്വർഗീയ ഭൂമികയുടെ പാതിരാവിന്റെ ഉള്ളറയോടടുത്ത ഈ സമയത്ത് ഇജാബത്ത് കനപ്പെട്ട പ്രതീക്ഷയിൽ ഇരിക്കേണ്ട ഈ സമയത്ത് വെള്ളിയാഴ്ചയിൽ വ്യാഴാഴ്ച അസ്ർ മുതൽ വെള്ളിയാഴ്ച മഗ്രിബ് വരെ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നിന്നും സ്വലാത്ത് സലാമുകള് റൗളയുടെ നായകപ്രഭുവിലേക്ക് സമർപ്പിച്ച മലക്കുകളുടെ തേവയില്ലാതെ നേരെ ചൊവ്വേ പിടിച്ചെടുക്കുന്ന ലോകത്തിന്റെ വിസ്മയമേ, ഇന്ദ്രജാലമേ, അത്ഭുതകമേ, പ്രതിഭാസങ്ങള്, സകല പ്രതിഭാസങ്ങളുടെയും ആമുഖ പ്രകാശമേ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഒന്ന് ഉറക്ക സ്ഥലത്തില്ലേ, വെള്ളിയാഴ്ച രാവും കൂടിയാണ് ഉറക്ക. ഞാൻ പനിച്ച് തുള്ളിയിട്ടാണ്ട് വന്നത്. ഇന്ന് ഞാൻ ഷെരീഫ് റഹ്മാനിൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തിനോട് 2 പ്രാവശ്യം ചോദിച്ചു. കാരണം ഞാൻ സാധാരണ ഏറ്റ പരിപാടി മുടക്കലില്ല, പക്ഷെ സോക്കോടെ തന്നെ എന്താ ചെയ്യുക, നോമ്പ് വരെ ഒഴിവാക്കാന്നല്ലേ. അങ്ങനെ നോമ്പ് ഒഴിവാക്കാൻ തക്ക പനി എനിക്കുള്ളത്. ഇന്നലെ വാള് കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് കാർക്ക് കയറുന്നിടയിൽ കുറച്ച് മഴ ഉണ്ട്. വാള് കഴിഞ്ഞ് പോയപ്പോൾ ഭയങ്കര പനി. ഇതിങ്ങനെ ആടിപ്പാടി വണ്ടിയിൽ ഉറങ്ങിയിട്ടാണ് വന്നത്. പക്ഷെ അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് വാളിനാണ് തുടങ്ങിയാൽ ക്ഷീണം അള്ളാഹുത്തല പെട്ടെന്ന് പിൻവലിക്കും. ഇത് കഴിഞ്ഞാൽ പറ്റ അങ്ങോട്ട് കിടക്കും വേണ്ടിയിരുന്നു മാത്രം. അപ്പോൾ കുറച്ചിപ്പോൾ വിട്ട് മാറിയ പോലെ തോന്നുന്നുണ്ടാന്നാണ് വേർക്കുന്നത്. അപ്പം ഞാൻ ചെറിയൊരു കഷ്ടപ്പാടിലാണ് പറയണത്. നിങ്ങൾ ഏതായാലും പറയണില്ല, കേൾക്കണല്ലേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ തന്നെ സലാത്തില്ലാൽ കേൾക്കണം. നിങ്ങൾക്ക് എന്താണ് സലാത്തില്ലാൽ? അതുകൊണ്ട് ഉറക്ക ചെല്ലിയ സലാത്തിലുള്ള മടി എപ്പോഴും കണ്ടാൽ ഫലിതം നിറഞ്ഞ രീതിയിൽ സംസാരിക്കുന്നവനാണ്. പക്ഷേ ആ മനുഷ്യൻ വണ്ടിയുടെ ബാക്കിൽ സീറ്റിൽ ഇരുന്നു കൊണ്ട് നിശബ്ദനാണ്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നു എന്ന് ചോദിക്കുന്നില്ല, എവിടുന്നാണ് വരുന്നത് എന്ന് ചോദിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അതിൽ എന്തെങ്കിലും അക്ഷരങ്ങളെ കൊണ്ടുള്ള പ്രതികരണം മാത്രം. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. അവസാനം ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളൊരു നിരാശയോടെ ഒരു വൈഷമ്യത്തോടെ ഇരിക്കുന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം ജോലി ചെയ്യുന്ന മഹല്ലിലെ അറിയപ്പെട്ട ധനാഢ്യനാണ്, ലക്ഷങ്ങൾ മാസാന്തം വരുമാനമാണ്, ഏറ്റവും വലിയ മുതലാളിയാണ്. അദ്ദേഹം പോകുന്ന വണ്ടിക്കൊരു പ്രത്യേകതയുണ്ട്, അമ്പ് കയറുമ്പോൾ കുലുങ്ങാൻ പാടില്ല എന്നാണ്, കുഴിയിൽ ചാടുമ്പോൾ വണ്ടി ചെറിയാൻ പാടില്ല എന്നാണ്. ചെറിയാത്ത, കുലുങ്ങാത്ത, ഇടറാത്ത, ചിതറാത്ത, പതറാത്ത ആഡംബര വണ്ടിയിൽ സുഗോലുപതയുടെ പറുദീസയിൽ സുഗോലുപനായി യാത്ര ചെയ്ത മുതലാളിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അല്ലാ അല്ലാ, മഴവെള്ളം നിറഞ്ഞ ചളിക്കുണ്ടിലേക്ക് ആ മനുഷ്യനെ അങ്ങ് ചിരിച്ചുകൊണ്ട് ഇറക്കി കിടത്തി വെച്ചതോർത്ത് ഞാനങ്ങ് നാവടങ്ങിയതാണ്. നിങ്ങൾ ആഭാസങ്ങൾ പിടിച്ചു വലിക്കുകയാണ്, ആഡംബരങ്ങൾ നിങ്ങൾ അല്ലാഹ് എന്ന ബോധത്തിൽ നിന്ന് മാറ്റുകയാണ്. ഇത് മരണം വരെ തുടരുന്നതാണ്. മനുഷ്യന് ബോധമുണ്ടാകുന്നത് മരണസമയത്താണ്. പക്ഷേ ആ ബോധം കൊണ്ട് കാര്യമില്ല. ഇപ്പോൾ ബോധമുണ്ടായാൽ മനുഷ്യരൊക്കെ ഉറക്കിലാണ്, അവർ ഉണരുന്നത് മരണത്തോടെയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ ഉണർന്നാൽ പോലെ ആ ഉണരൽ ഇപ്പോഴും വേണം. നിങ്ങളെപ്പോലെ വാല് കേട്ടിരുന്ന എത്ര പർദ്ദധാരികള്, ചുടിദാറിട്ടുകൊണ്ട് വാലിന് വന്നിരുന്നവര് എത്ര പേരുന്ന് ഖബറിലാണ്. പർദ്ദയില്ല, മാക്സി ഇല്ല, സാരിയില്ല, ബ്ലൗസില്ല, ചുരിദാറില്ല, കേവലമായ തുണിക്കഷ്ണങ്ങളിൽ മാത്രമായി പൊതിയപ്പെട്ടുകൊണ്ട് മണ്ണിന്റെ അടിയിലേക്ക് താഴ്ന്നുകൊണ്ട് ആഭാസ ലോകങ്ങളിൽ നിന്ന് ആത്മാവിന് പ്രധാനമുള്ള ലോകത്തേക്ക് എത്തിയിട്ട് അവരുടെ ജീവിതത്തിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായി തുടങ്ങിയില്ലേ? എന്നെ കേൾക്കുന്ന പെങ്ങളെ, എന്നെ കേൾക്കുന്ന ഉമ്മ, ഇന്നല്ലെങ്കിൽ ഞാനും നിങ്ങളും പോകുന്നത് അങ്ങോട്ടാണ്. അതുകൊണ്ട് ഖബറിനെ ഓർക്കണേ. അതിലൊരു വിവക്ഷയിൽ തഫ്സീറിൽ കാണാം, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുന്നത് വരെ. കാരണം കുന്തു നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂരി ഫസൂറുഹാ,
فإنها تذكركم الآخرة وفي رواية تذكركم الموتى. നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോ, മരിച്ചെടുത്തേക്ക് പോയിക്കോ. എന്തിനു വേണ്ടി? മരിച്ച മയ്യത്തിനെ ഓർക്കാനല്ല, അവന്റെ കുട്ടികളെ ഓർക്കാനല്ല, അവന്റെ ഭാര്യയെ ഓർക്കാനല്ല, നമ്മളെ ഓർക്കാനാണ്. നമ്മുടെ കൂട്ടത്തിൽ പഠിച്ചിരുന്ന, നമ്മുടെ കൂട്ടത്തിൽ പഠിപ്പിച്ചിരുന്ന, നമ്മുടെ കൂട്ടത്തിൽ സംഘാടനം നടത്തിയിരുന്ന, നമ്മുടെ കൂട്ടത്തിൽ പിരിവ് നടത്തിയിരുന്ന, നമ്മുടെ കൂട്ടത്തിൽ നമ്മളെപ്പോലെ കല്യാണത്തിന് അപ്പുറം ബെഞ്ചിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ കസേരയിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചിരുന്ന സുഹൃത്താണ് ഇന്ന് കണ്ണടച്ചുകൊണ്ട് മറ്റൊരു ലോകത്തേക്ക് പോയില്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം കേട്ട സ്ഥലത്തേക്ക് അദ്ദേഹം പോയില്ലേ? അസ്റായീൽ അദ്ദേഹത്തിനെ പിടിച്ചു കൊണ്ടുപോയില്ലേ? ഇന്നാലില്ല എന്ന് നമ്മൾ പറഞ്ഞില്ലേ? അസ്റായീൽ നാളെ എന്റെ അരികിലേക്കല്ലേ? ഈ ചിന്തയാണ് മനുഷ്യ എന്നെയും നിന്നെയും സദാചാരങ്ങളിൽ പിടിച്ചു നിർത്തുന്നത്. പക്ഷെ ഇന്ന് സിനിമയാകുന്ന ആഭാസം തട്ടിയെടുത്തില്ലേ? സീരിയലാകുന്ന ആഭാസം തട്ടിയെടുത്തില്ലേ? കോമഡിയാകുന്ന ആഭാസം തട്ടിയെടുത്തില്ലേ? ഗാനമേളയാകുന്ന ആഭാസം തട്ടിയെടുത്തില്ലേ? കളികളാകുന്ന ആഭാസം തട്ടിയെടുത്തില്ലേ? മനുഷ്യൻ ഭാവിയെക്കുറിച്ച് ബോധമില്ലാതെ ഗതികെട്ട പ്രേതം പോലെ അലയുകയല്ലേ? അലയുന്ന ലോകത്തേക്കുള്ള താക്കീതല്ലേ പ്രഭാഷണങ്ങൾ? അലയുന്ന ലോകത്തേക്കുള്ള താക്കീതല്ലേ പ്രഭാഷണങ്ങൾ? ചിന്തിക്കണം. അലയുകയാണ്. എന്താ സിനിമ, എന്താ സീരിയൽ? ഇത് ഞാൻ ഊന്നി പറയാൻ കാരണം ഇന്ന് ഏത് കാലിന്റെ ചോപ്പ് മാറാത്ത ഓമന പൈതലും കയ്യിൽ പിടിച്ചിരിക്കുന്ന മൊബൈലിൽ ഒരു ബട്ടൺ അമർത്തിയാൽ പിന്നെ ഇഷ്ടമുള്ളതായി അമേരിക്കയിൽ നിങ്ങൾ അറിയോ, ഈ അടുത്ത് ഞെട്ടിച്ച ഒരു കൊലപാതകം ഉണ്ടായി. 2 കുട്ടികൾ ഒരുമിച്ച് നിന്നിട്ടൊരു സിനിമ കാണുകയാണ്. 2 പൈതങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് സിനിമ കാണുകയാണ്. അപ്പൊ ആ സിനിമയിലെ ഒരുപാട് അഭിനയങ്ങളിൽ ഒന്ന് കൊലപാതകമാണ്. കുടുംബത്തെ കൊല്ലുക, എന്നിട്ട് തെളിവ് നശിപ്പിക്കുക, പെട്ടെന്ന് ഒരുപാട് ആളുകളെ കൊല്ലുക. ഇതൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 2 കുട്ടികൾ ഒരുമിച്ചിരുന്നാണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വെച്ചു, ഞമ്മക്ക് അങ്ങനെ ഒന്ന് പരിശീലിക്കണ്ടേ? ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു, നമുക്ക് അങ്ങനെ പരിശീലിക്കണ്ടേ? കാരണം ഈ സിനിമക്ക് അങ്ങനെ ഒരു വശീകരണം ഉണ്ട് എന്നാണ്. അങ്ങനെ വശീകരണമുണ്ട്. ഈ നമ്മളൊക്കെ ഈ വാള് കഴിഞ്ഞ് പോകുമ്പോൾ പേടിയാണ്. സിനിമ കണ്ട് കഴിഞ്ഞാൽ രാത്രി ഉണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ ഒന്നായിട്ട് ഈ പാറ്റ പൊടിഞ്ഞു വന്നാൽ ബൈക്കുമ്പോൾ പൂച്ചനും കണ്ടു വരും. അതിൽ നമ്മൾ എത്ര ഓണടിച്ചാലും ഇവർ മാറി തരില്ല. കാരണം ഇവർ സിനിമാ തിയേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. പുറത്ത് വന്നാലും ഇവർ ആ ലഹരിയിൽ നിന്ന് വിട്ടിട്ടുണ്ടാവില്ല. പിന്നെ ഇവർ ബൈക്കുമ്പോൾ പോണതും ഇവരെ ഓട്ടം ആക്ഷനൊക്കെ അതിൽ കണ്ട അതേ രീതിയിലായിരിക്കും. ഇവരെ പരിശീലനമായിരിക്കും. ചാടി പോണ ആൾക്കാരുണ്ട്, കുലുങ്ങി പോണ ആൾക്കാരുണ്ട്, ഇങ്ങനെ ആക്കി പോണവർക്കുണ്ട്. കാരണം റോട്ടുമെന്ന് അതിൻ്റെ പരിപാടി. അങ്ങനെ കുറെ കഴിഞ്ഞാൽ ഈ മത്ത് വിടുള്ളൂ. അപ്പൊ ആ മത്ത് വിടണതിന് മുമ്പ് ഇവിടുന്ന് ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു, അല്ല നമുക്കൊന്ന് പരിശീലിക്കണ്ടേ? അതിൽ മറ്റുള്ളവർ എങ്ങനെ പരിശീലിക്കാം? അതിൽ ഇവർ 2 കൂടി പറഞ്ഞു, നാളെ സ്കൂളിൽ പോകുമ്പോൾ നമുക്കൊന്ന് റിഹേഴ്സൽ നടത്താം. നമുക്കെന്താ പോയി ഈ നമ്മളെ ഏറ്റവും വലിയ പൂജാരികൾ വരാമല്ലോ. നമ്മൾ പൂജിക്കുന്നതും കൽബ് കൊണ്ടടക്കുന്നതും ഈ സിനിമാ താരങ്ങളെയാണ്. അവര് ചെയ്തത് അനുകരിക്കണമല്ലോ, ഇമാമിനെ അനുകരിക്കണ്ടേ, അനുധാവനം ചെയ്യണ്ടേ? അപ്പൊ അതുകൊണ്ട് നമുക്കും ഒരു പിടുത്തം നോക്കാം. പിറ്റേന്ന് ഇവര് സ്കൂൾക്ക് പോയത് സ്കൂൾ പുസ്തകങ്ങളായിട്ടല്ല, പിന്നെ കത്തിയും പടവാളും കുറച്ച് ബോംബേറ്റാ പോയത്. ആ പോക്കിൽ പിറ്റേ പ്രഭാതത്തിൽ സ്കൂളിൽ വന്ന പ്രയർ റൂമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 3 പെൺകുട്ടികളടക്കം ഈ 2 ചെറിയ കുട്ടികൾ കൊന്നത് അമേരിക്കയിൽ 250 വിദ്യാർത്ഥികളെയാണ്. ഇത് ഇവിടുന്നും പുറത്തുനിന്നൊക്കെ ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കൃത്യമായിട്ട് വായിച്ച് പഠിച്ചിട്ടാണ് ഞാൻ അതൊക്കെ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, തെളിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അമേരിക്കയിൽ അങ്ങനെ സംഭവം നടന്നോ? നിങ്ങൾ എന്നോട് ചോദിക്കുകയും ഞാൻ പറയാം എവിടെയാണ് എഴുതി വെച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. 250 വിദ്യാർത്ഥികളെ കശാപ്പ് ചെയ്തു. കാരണം തലേന്ന് കണ്ട ഫിലിമാ. ചിന്തിക്കണേ, സുബ്ഹാനല്ലാഹ്. എറണാകുളത്ത് ഒരു വീട്ടിൽ കുട്ടി കുറെ ചൂടിക്കാരായിട്ട് ഇങ്ങനെ നടക്കുക. പാപ്പാക്കൊന്നും മനസ്സിലാണില്ല. ഇടക്കിടക്ക് കുട്ടി കയറൊന്നും അങ്ങനെ ഇടുക, ചിരിക്കുക. ഒരിക്കല് കാക്കാനെ കഴുത്തിലാണ് ഇട്ട് കയറി, എന്നിട്ട് കുട്ടി ചിരിക്കുകയാണ്. അതിൽ ഇവർക്ക് പേടിയായി. അതിൽ ഈ കയറും കുട്ടിയും കാക്കാനും ഒക്കെ കൂടി ഏറ്റവും ഒരു മനഃശാസ്ത്രജ്ഞത്ത് കൊണ്ടുപോയി. അതിൽ മനഃശാസ്ത്രം കുട്ടീനായിട്ട് 10 മിനിറ്റ് സംസാരിച്ച് ചോദിച്ച്, മോനെ നീ ഇന്നാലിനെ സിനിമ കണ്ടിട്ട് അതിലുള്ള ആ ചിത്രം അഭിനയിക്കല്ലേ എന്ന് വെച്ച്. അതിൽ അഭിനയിക്കാന്ന് മാത്രമല്ല, ശരിക്കാണ് കാണിച്ചു കൊടുത്ത് കഴുത്തുകൂടി കയറിട്ടിട്ട് അതിലെല്ലാരും കൂടി കുടിച്ചു വെച്ച്. അതിനൊരു അവസരം കിട്ടാൻ കാത്തിക്കണേ കയറായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ആ വാപ്പ ജ്യേഷ്ഠന്റെ കഴുത്തിൽ കയറി വന്ന അന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയതുകൊണ്ട് കുടുംബം ഞെട്ടണ ഒരു വലിയ കൊല നടന്നില്ല, ഒരു ആത്മഹത്യ നടന്നില്ല, അല്ലെങ്കിൽ നടന്നിരുന്നു. ഈ കുട്ടി എന്റെ വക്കിലെത്തിയിരുന്നു. കാരണം കുട്ടിക്ക് ഇത് കണ്ടോടുകൂടി അങ്ങനെ ഒന്ന് സംഭവിക്കണം എന്റെ കയ്യാൽ
അത് കാക്കാണെങ്കിൽ കാക്ക, വാപ്പാണെങ്കിൽ വാപ്പ, ആരായാലും വേണ്ടിയില്ല. കാക്കാന്റെ കത്തിലിട്ടില്ലെങ്കിൽ കാരനോടെ കത്തുകായിരിക്കും പോവുക. ഇതിന് കാരണം വാപ്പയാണ്. കാരണം ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചുകൊടുത്ത് വാപ്പയാണ്. ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചുകൊടുത്തത് വാപ്പയാണ്. 12 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനല്ല കുഞ്ഞിമോനല്ല, കാലിന്റെ ചുവപ്പ് മാറാത്ത പൈതലാണ്. ബാലസ്താവൽ ക്രീഡാസക്തേ തരുണസ്താവൽ തരുണീസക്തേ വൃദ്ധസ്താവൽ ചിന്താസക്തേ പരമേ ബ്രഹ്മണി ഗോപിനസക്തേ. ശങ്കരാചാര്യർ പറഞ്ഞ സമയമാണ്. 12കാരനായ ഈ പൊന്നുമോൻ, നിങ്ങൾ കേൾക്കണേ ഉമ്മമാരെ, ഇത് അമേരിക്കയിലല്ല, ഇത് കേരളത്തിലാന്ന് മറക്കണ്ട. പാതിരാവിൽ കിടന്നിറങ്ങുന്ന ഉമ്മാന്റെ ശരീരത്തിൽ കയറുകയാണ്. 12 വയസ്സുള്ള കുട്ടി. ആഭാസം ഒന്നും ആദ്യമാണ് പറഞ്ഞു തരണല്ലോ. നമ്മളെ നാട്ടിൽ നടക്കുന്ന ആഭാസങ്ങളും തോന്നിയാസൊക്കെ ഒന്ന് പറഞ്ഞു തരണ്ടേ, എന്നിട്ടല്ലേ ആത്മീയതയിലേക്ക് വിളിക്കും. ഞാൻ ഒരിക്കലും കൊല്ലത്തേക്ക് വാതിനപ്പോ എന്നോട് 3 ദിവസത്തെ വേളയായിരുന്നു, കുറച്ച് മുമ്പാണ്, ഒരു 5 കൊല്ലമായിട്ടുണ്ടാവും. അപ്പൊ അവിടുന്ന് ഒരു ദിവസത്തെ വേള കഴിഞ്ഞപ്പോ 2-ാം ദിവസം എന്റെ ലോഡ്ജിലേക്ക് കത്തുകളുടെ പ്രവാഹം, കുറെ പെണ്ണുങ്ങൾ എഴുതി കൊടുത്തേക്കും. അപ്പൊ എന്നോട് പറയണേ, ഉസ്താദേ അള്ളാഹുവിനെ കരുതിയിട്ട് നിങ്ങൾക്ക് കൂലി നല്ലോണം കിട്ടിക്കോളും, ഇന്ന് വേള 9:00 തുടങ്ങിയാൽ മതി എന്നാണ്. കാരണം ഞങ്ങൾ അവിടെ എത്തുമ്പോഴും 9:00 ആവും. അതുകൊണ്ട് കുറച്ച് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് വല്ലാത്ത മതിപ്പ് തോന്നി. കാരണം അവർ കൂടുതലുള്ള പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ A to Z വരെ കേൾക്കാനുള്ള ആർത്തിയിൽ എന്നോട് ഇടപെട്ടായിരിക്കും ഞാൻ മനസ്സിലാക്കി. പിന്നെ പിറ്റേന്നാണ് അവിടുത്തെ ഖത്തീബ് എന്നോട് പറഞ്ഞത്, അത് 9:00 ഒരു സീരിയൽ ഓടുണ്ട്, അത് കഴിയുള്ളൂ, അപ്പോൾ അതും വേണം ഇതും വേണം, അതുകൊണ്ടാണ് നിങ്ങളോട് 9:00 തുടങ്ങാൻ വേണ്ടി പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയല്ലേ പെണ്ണുങ്ങൾ നോക്കുകയും വേദനും കൂടുതൽ പെണ്ണുങ്ങളായിരിക്കും, നരകത്തിലും കൂടുതൽ പെണ്ണുങ്ങളായിരിക്കും, സ്വർഗത്തിലും കൂടുതൽ പെണ്ണുങ്ങളായിരിക്കും. 3 പെണ്ണുങ്ങളാണ്. സ്വർഗത്തിൽ കൂടുതൽ പെണ്ണുങ്ങളാണ്. എല്ലാ പുരുഷന്മാർക്കും പെണ്ണുങ്ങളാണ്ടേ, എന്നിട്ടും പെണ്ണുങ്ങൾ ബാക്കിയായിരിക്കും. അപ്പൊ പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാൾ കൂടുതലാണല്ലോ. അല്ല നിങ്ങൾ നോക്കൂ, നരകത്തിലെ ചില പുരുഷന്മാർക്ക് പെണ്ണുങ്ങളെ തേഞ്ഞിട്ടില്ലെങ്കിൽ കഴിഞ്ഞില്ലേ. അപ്പൊ ആ ഒരൊറ്റ വിശ്വാസം തന്നെ കൂടുതൽ പെണ്ണുങ്ങളാണ് മനസ്സിലാവും. പിന്നെ അതിന് തെളിവുകൾ വേറെ ഉണ്ടതാണ്. കൂടുതൽ പെണ്ണുങ്ങളാണ് സ്വർഗത്തിൽ, നരകത്തിലോ അവിടെയും കൂടുതൽ പെണ്ണുങ്ങളാണ്. വാളിനോ അതിന് നിങ്ങൾ പരിശോധിച്ച് നോക്കി, കൂടുതൽ പെണ്ണുങ്ങളാണ് എല്ലായിടത്തും ഉണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സിനിമ, അവിടെ കൂടുതൽ പെണ്ണുങ്ങളാണ്. ചിന്തിക്കണേ, സുബ്ഹാനല്ലാഹ്. ഒരു കാര്യം ഞാൻ ഉണർത്തട്ടെ, എന്റെ വായനയും ഓർമ്മയും ശരിയാണെങ്കിൽ 1912 ഈ സിനിമ രംഗത്തിറങ്ങിയത്. എന്താണ് 1912 പ്രത്യേകത എന്നറിയോ? ആ കൊല്ലത്തിലാണ് ബ്രിട്ടനും ഈജിപ്തും തമ്മിൽ യുദ്ധം നടന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ പോകണ്ട. ഭ്രാന്ത് പിടിച്ചുകൊണ്ട് ഏതൊക്കെയോ വൃത്തികെട്ട ബിംബങ്ങളായ താരങ്ങൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ കോപ്പിയടിച്ച് അള്ളാന്റെ റസൂലിന്റെ ഇത്തിബായിൽ നിന്ന്, റസൂലുള്ളാന്റെ ചൈതന്യത്തിൽ നിന്ന്, ആത്മീയതയിൽ നിന്ന് ആഭാസത്തിലേക്ക് കാടുകയറുന്ന പപ്പാച്ചിയും പിപ്പാച്ചിയും കുപ്പാച്ചിയുമായി ടൈറ്റ് പാന്റും മൊബൈലും എന്റെ ട്രൗസർ വാലന്മാരായി ദീനിനെ നശിപ്പിക്കുന്ന ചെറുപ്പക്കാരാ, ദേഷ്യം കൊണ്ടല്ല സങ്കടം കൊണ്ട് പറയട്ടെ, ഒരു നിമിഷം ചിന്തിക്കാൻ മറക്കണ്ട. 1912 ഈജിപ്തും ബ്രിട്ടനും തമ്മിൽ യുദ്ധം നടന്നത്. ആ യുദ്ധത്തിൽ ഈജിപ്തിലുള്ള മുസ്ലിമീങ്ങളുമായി പടവെട്ടിയിട്ട് ബ്രിട്ടൻ അങ്ങ് പരാജയപ്പെടുകയാണ്. അതോടുകൂടി ബ്രിട്ടൻ ഞെട്ടുകയാണ്. കാരണം ഈജിപ്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് പണം കൊണ്ടും ആൾബലം കൊണ്ടും ആയുധബലം കൊണ്ടും ബ്രിട്ടനെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈജിപ്തിലുള്ളതിനേക്കാളും ആധിപത്യം ആളുകളിൽ ബ്രിട്ടനാണ്. അതേ ആയുധങ്ങളിലും മുന്നിൽ നിൽക്കുന്നത് ബ്രിട്ടനാണ്. ആധിപത്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് ബ്രിട്ടനാണ്. ഭൗതികമായ സകല വിഭവങ്ങളുടെയും സാമഗ്രികളുടെയും മാധ്യമങ്ങളുടെയും കാര്യത്തിൽ ബ്രിട്ടൻ ഒരുപാട് മുന്നിലാണ്. എന്നിട്ടും പാവങ്ങളായ ഈജിപ്തിലുള്ള മുസ്ലിമീങ്ങളുമായി പടവെട്ടിയിട്ട് ബ്രിട്ടൻ അങ്ങ് പരാജയപ്പെട്ടപ്പോ ബ്രിട്ടൻ ചിന്തിച്ചു, എന്താ നമ്മൾ പരാജയപ്പെടാനുള്ള കാരണോ? അതിൽ അവർക്ക് മനസ്സിലായി, മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ഒരു ശക്തിയുണ്ട്, അത് ഖുർആനിന്റെ ശക്തിയാണ്. സുബ്ഹാനല്ലാഹ്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് തുടങ്ങുകയും അല്ലദീ വസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ് എന്ന ആയത്ത് കൊണ്ട് മുസ്ഹഫിൽ അവസാനിപ്പിക്കുകയും ചെയ്ത അല്ലാഹ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അന്നാസ് എന്ന് പറഞ്ഞു ഒടുങ്ങിയിട്ടുള്ള കാരണം ഇത് അല്ലാഹുവിൽ നിന്ന് അന്നാസിലേക്കാണ്. പ്രധാനമായ പ്രവിശാലമായ വലിയ സൂറത്തുൽ ബഖറയാണ്. അൽ ബഖറ എന്ന് പറഞ്ഞാൽ പശു എന്ന അർത്ഥം, അന്നാസാണ് അവസാനത്തെ സൂറത്ത്. അന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. കാരണം ഇത് മൃഗീയതയിൽ നിന്ന് മാനുഷികതയിലേക്ക് ക്ഷണിക്കുന്ന, മാനവികതയിലേക്ക് കൊണ്ടുപോകുന്ന ഗ്രന്ഥമാണ്. ആഭാസത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് കൊണ്ടുപോകുന്ന ഗ്രന്ഥമാണ് ഈ പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ. ഒരു ശാസ്ത്രജ്ഞന്റെ മുമ്പിൽ ശാസ്ത്രീയ ഗ്രന്ഥമാണ്, ഒരു മതപണ്ഡിതന്റെ മുമ്പിൽ മതത്തിന്റെ ഗ്രന്ഥമാണ്, ഒരു ആത്മജ്ഞാനിയുടെ മുമ്പിൽ ആത്മാവിന്റെ മുത്തും പവിഴവുമാണ്, ഒരു ചരിത്രകാരന്റെ മുമ്പിൽ ചരിത്രത്തിന്റെ പൂക്കുലയാണ്, ഒരു സംഗീതജ്ഞന്റെ മുമ്പിൽ ആത്മാവിന്റെ സംഗീതമേ പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ മുസ്ലിമീങ്ങളുടെ മനസാന്തരങ്ങളിൽ വെളിച്ചമായിട്ടുണ്ട്. ആ ഖുർആൻ ആർക്കാണോ അവതരിപ്പിക്കപ്പെട്ടത് ആ ലോക അത്ഭുതമേ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവരുടെ മനസ്സിൽ കുടിയേറി പാർത്തിട്ടുണ്ട്. ഇത് രണ്ടും മുസ്ലിമീങ്ങളുടെ മനസാന്തരങ്ങളിൽ ക്ലക്ക് പിടിച്ച ആയുധം കൊണ്ട് കാര്യമില്ല. മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്താൻ ബ്രിട്ടനെന്ന് മാത്രമല്ല ലോകത്തൊരു വൻകിട ശക്തിക്കും സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടന് മുസ്ലിമീങ്ങളുടെ മനസ്സിൽ നിന്ന് സീരിയൽ സിനിമകൾ, അതാ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബോ വിശുദ്ധമായ ഖുർആനിനോടുള്ള അഭിനിവേശവും മറുത്തുകളയാൻ എന്താണ് ഒരു മാർഗമെന്ന് ദിവസങ്ങളായി ചിന്തിക്കുകയാ. ദിവസങ്ങളായി ചിന്തിച്ചപ്പോ അവർക്ക് അവരുടെ ഇഫ്രീത്ത് പറഞ്ഞു കൊടുത്ത മാർഗമാണ് മുസ്ലിമീങ്ങളുടെ മനസ്സിൽ നിന്ന് വിശുദ്ധമായ ഖുർആനിന്റെ വെളിച്ചമോ അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബത്തും എടുത്തു കളയാൻ ഒരു പ്രധാനപ്പെട്ട മാർഗം സിനിമ രംഗത്തിറക്കല. അതുകൊണ്ട് ആദ്യമായി സിനിമ രംഗത്തിറക്കിയത് ബ്രിട്ടനാണ്. അത് ആദ്യമായി ഓടിയത് ഈജിപ്തിലാണ്. അടിവേര് മനസ്സിലായോ? ആദ്യം ഇറക്കിയത് ബ്രിട്ടനാണ്, അത് ആദ്യം ഓടിയത് ഈജിപ്തിലാണ്. അന്ന് മുതൽ തുടങ്ങിയാണ് ഓല പരാജയം. ഇതിന്ന് നമ്മുടെ വീടുകളിലൊക്കെ സാർവത്രികമാണ്. എന്ന് പറഞ്ഞാൽ മഗ്രിബ് കിട്ടായാൽ നിസ്കരിക്കുന്ന ആൾക്കാരെ അത് കഴിഞ്ഞാൽ ഇതാവക്കാത്ത ദബാർ, നിസ്കരിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാത്തവരല്ല, അത് കഴിഞ്ഞാൽ ഇതാവക്കാത്ത ദബാറൊക്കെ ഓതുന്ന ഒരു കാലം ഉണ്ടാക്കി പോയി. ഇപ്പൊ ഖുർആനൊക്കെ ടിവിന്റെ മുകളിലാണ്. കാരണം അതിന്റെ വർക്കത്തോണ്ട് ഇതിന്റെ വയറ് കേടരുണ്ടാകുന്നത്. മുകളിൽ വെച്ചാൽ പിന്നെ ഇതിനൊരു വർക്കത്ത് തട്ടിക്കോളൂ, പെട്ടെന്ന് ട്രബിൾ വരില്ല. അപ്പൊ അതിന് ഖുർആൻ അവിടെ കൊണ്ടുവച്ചാൽ എന്നിട്ട് മുസാഫിന്റെ മേലെ പല്ലിക്കാഷ്ടം, ടി വി ഒക്കെ എപ്പോഴും ഇങ്ങനെ തുടച്ച് മിനിക്ക് കൊണ്ടുനടക്കുകയാണ്. മുസാഫ് പിന്നെ ആവശ്യം വരുന്നത് വാപ്പ മരിക്കുമ്പോഴാണ്. എന്നാൽ അത് എടുത്തു നോക്കിയിട്ട് ഓതാൻ പറ്റുന്ന ഒരാളില്ല. എന്നിട്ട് ഇങ്ങനെ പള്ളിയർസ് കൂടുകയാണ്, 2 മൂലയിട്ടാളോ 3 അതിങ്ങളവിടെ ഫാല സർഫാക്കുന്നുണ്ട്. ഓതാൻ പറ്റുന്ന കുട്ടികളില്ല. ഓർക്കണം, നമ്മുടെ അവസ്ഥ ചിന്തിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവരാണ്. എന്നും എല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതൊന്നും പറയണ്ട, ചിന്തിക്കണ്ട. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമല്ലോ, ചിന്തിക്കണ്ടേ നമ്മള്. ലോകത്തെ ഏറ്റവും കൂടുതൽ കൊലപാതകം അമേരിക്കയിലേക്ക് റഷ്യയിലേക്കൊന്നും പോകണ്ട, നമ്മുടെ കേരളത്തിലല്ല, മലപ്പുറം ജില്ലയിൽ ഏറ്റവും വലിയ അപകടത്തിന് നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകളും അത് പഠിച്ചത് സിനിമയിൽ നിന്നാണ്, സീരിയലിൽ നിന്നാണ്. പോലീസുകാരോട് അവരോട് പറഞ്ഞതാണ്. ചേലേമ്പ്ര ബാങ്ക് കവർച്ച, അതിന് ഞെട്ടലെപ്പോഴും നമ്മൾ മാറിയിട്ടില്ലല്ലോ. ആ ബാങ്ക് കവർച്ചക്ക് നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകളെയും പിടിക്കപ്പെട്ടിട്ട് പോലീസുകാരോട് പറഞ്ഞെന്താ, ഇത് സമർത്ഥമായി ഞങ്ങൾ പഠിച്ചത് ഇന്നാലിന ഫിലിമിൽ നിന്നാണ് എന്നാണ്. സ്വന്തം ഭാര്യയെ പരിശുദ്ധ റമളാനിന്റെ പാതിരാവിലെ കുളത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് കൈക്കുഞ്ഞിനെയും കൊന്നുകളഞ്ഞ മുസ്ലിം ചെറുപ്പക്കാരനോട് എവിടെ നിന്നാണ് ഇത്ര സമർത്ഥമായി ഇത് പഠിച്ചത് എന്ന് ചോദിച്ചപ്പോ പോലീസുകാരനോട് പറഞ്ഞത് പത്രങ്ങളിലുണ്ടായിരുന്നു, അത് ഇന്നാലിന്ന സീരിയലിൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സലാമത്താക്കട്ടെ.
ഞാൻ പ്രധാനമായി ഇത്ര കൂടുതൽ വിശദീകരിച്ചത് ഇത് ഇന്നോടാത്ത വീടുകളില്ല. പല പെങ്ങന്മാരും ചാടിപ്പോക്ക് പഠിക്കുന്നത് ഇതിൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്, ചാടിപ്പോക്ക് അഭിനയിച്ചൊരു ഫിലിം കേരളത്തിൽ ഓടിയിരുന്നു. അതിന്റെ പേര് ഞാൻ മറന്നു. ആ ഫിലിം വന്നതിന് ശേഷമാണ് കേരളത്തിൽ നിന്ന് ചാടിപ്പോക്ക് തുടങ്ങിയത് എന്ന് മറക്കണ്ട. പാവപ്പെട്ട പ്രവാസികളെ, അറബിയുടെ ആട്ടും തുപ്പും സഹിച്ചുകൊണ്ട് കടൽ കടന്നുകൊണ്ട് അറേബ്യൻ മലനാരുണ്ടത്തില് തീഷ്ണമായ സൂര്യന്റെ ഉഷ്ണം തട്ടിയിട്ട് ചോര നീരാക്കി എല്ലുമുറിയെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നാട്ടിലുള്ള 18കാരിയെ കെട്ടിച്ചയക്കാൻ, നാട്ടിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം പഠിക്കാൻ എല്ലാം മറന്നുകൊണ്ട് അറബ് വീട്ടിൽ ജോലി ചെയ്യുന്നവരെ, കഫ്തേരിയയിൽ പണിയെടുക്കുന്നവരെ, സൂപ്പർ മാർക്കറ്റിൽ കഴിയുന്നവരെ, ടാക്സി ഡ്രൈവിംഗ് ചെയ്തുകൊണ്ട് പണമുണ്ടാക്കുന്നവരെ, അങ്ങനെ പലതും പലതിലുമായി നാട് കാണാതെ കുടുംബം മറന്നുകൊണ്ട് കുട്ടികളെ കാണാതെ കെട്ടികളെ കാണാതെ ഉമ്മയെ കാണാതെ കട്ടപ്പെടുന്നതിനിടയിൽ വിയർപ്പിന്റെ ഉപ്പുരസത്തിലൂടെ പിഴിഞ്ഞുണ്ടാക്കുന്ന നിങ്ങളുടെ നാണയത്തുണ്ടുകളില്ലേ, സുബ്ഹാനല്ലാഹ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ 1000 ചോദിക്കുമ്പോ ഗൾഫിൽ നിന്ന് 2000 കൊടുത്തു വിടുന്ന വാപ്പയില്ലേ? അതാ മകൾക്ക് പ്രായപൂർത്തിയായി എന്നറിഞ്ഞാൽ ക്യാമറ സംവിധാനമുള്ള മൊബൈല് പ്രസന്റേഷനായി കൊടുത്തേക്കുന്ന അന്തമില്ലാത്ത പിതാവില്ലേ? എല്ലാ സൗകര്യങ്ങളും ആഭാസങ്ങളോ അതിന്റെ സംവിധാനങ്ങളും വീട്ടിൽ ഒരുക്കി കൊടുത്തുകൊണ്ട് എന്റെ അഭാവത്തിൽ വീട്ടിലുള്ളവർ കട്ടപ്പെടരുത്, മാനസിക ക്ലേശത്തിലാകരുത് എന്ന നിയ്യത്തോട് ഗൾഫിൽ പോയിട്ട് ചോര നീരാക്കി കഠിനമായി അവസാനം കസണ്ടിത്തലയും കുടവേറും മാത്രം സമ്മാനമായി നാട്ടിലേക്ക് വരാൻ വിധിക്കപ്പെട്ട പ്രവാസ ലോകത്തെ പാവപ്പെട്ട പ്രയാസികളെ, ഒരൊറ്റ കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. മക്കളെ സ്നേഹിക്കേണ്ടത് പക്വതയോടെയാ, ഭാര്യക്ക് സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് പക്വതയോടെയാ. കാലങ്ങളേറെ ഗൾഫ് നാടുകളിൽ കട്ടപ്പെട്ടുകൊണ്ട് അവസാനം അല്ലൈൻ ശ്മശാനത്തിൽ പോയി നിങ്ങൾ കിടക്കുമ്പോ, ജന്നത്തുൽ മുഅല്ലയിൽ പോയി കിടക്കുമ്പോ, അല്ലെങ്കിൽ മദീന ഷരീഫിൽ പോയി കിടക്കുമ്പോ, അല്ലെങ്കിൽ ബഹ്റൈനിൽ പോയി കിടക്കുമ്പോ, അല്ല ഒമാനിൽ പോയി കിടക്കുമ്പോ, അല്ല കുവൈത്തിൽ ശ്മശാനങ്ങളിൽ പോയി കിടക്കുമ്പോ, പ്രിയപ്പെട്ടവനെ, ആ സമയത്ത് ചോര നീരാക്കി കട്ടപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ബംഗാളിയിൽ നിന്നുകൂടെ പൈസ കടം വാങ്ങിയിട്ട് നാട്ടിലേക്ക് നീ കൊടുത്തയച്ചിട്ടുള്ള TV ഇല്ലേ, കമ്പ്യൂട്ടറില്ലേ, മൊബൈലില്ലേ, ഗൾഫിലെ ശ്മശാനങ്ങളില് ഏകാന്തതയുടെ തടവറയാകുന്ന കബറാകുന്ന ഇരുട്ടുകൊണ്ട് പെയ്തിട്ട മണ്ണറക്കകത്ത് നീ പുഴുക്കൾക്ക് ഭക്ഷണമായി മാറുമ്പോ നീ കൊടുത്തയച്ച മൊബൈലില്ലേ, നീ കൊടുത്തയച്ച അതാ ആധുനികമായ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഇല്ലേ, അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നിന്റെ വീട്ടില് ഭാര്യയും മക്കളും ഒന്നിച്ചിരുന്നു കൊണ്ട് കാണുന്നത് പിന്നെയും സിനിമയാണ് കേട്ടോ, സീരിയലാണ് കേട്ടോ, കോമഡിയാണ് കേട്ടോ. മരിച്ചുപോയി കബറിലേക്ക് പുഴുക്കൾക്കുള്ള മാംസമായി മാറിയപ്പോഴും നിന്റെ ചെലവിൽ നിന്റെ വീട്ടില് ഹറാമ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വിഡ്ഢിത്തരമല്ലെങ്കിൽ ഈ ദുനിയാവിൽ എന്താ പ്രിയപ്പെട്ടവരെ വിഡ്ഢിത്തോ? നിങ്ങൾ മരിച്ച കബറ് പോയിട്ട് പുഴുക്കൾക്ക് ഭക്ഷണമായിട്ട് മാറിയപ്പോഴും നിങ്ങളെ ചെലവിൽ പുരയിൽ സിനിമ ഓടുക, ഹറാം ഓടുക, അതിന്റെ അദാബിന്റെ ഒരു വലിയ വിഹിതം നിങ്ങൾ കബറിലേക്ക് ബീഭത്സകമായ അവസ്ഥയിലെത്തുക. ഇത് വിഡ്ഢിത്തല്ലെങ്കിൽ ഈ ലോകത്ത് വിഡ്ഢിത്തം എന്ന് പറയുന്ന അർത്ഥം നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറയും മൊബൈൽ വേണ്ടേ, കമ്പ്യൂട്ടർ വേണ്ടേ, ഇന്നത്തെ യുഗല്ലേ, ഇന്നിപ്പോ കമ്പ്യൂട്ടർ മൊബൈൽ ഇല്ലാതെ പറ്റൂല. ആർക്കാ പറ്റുക? നിങ്ങൾ ഇന്നാള് വായിച്ചോ മലപ്പുറം കലക്ടറേറ്റില്, ഞാൻ ആ കലക്ടറേറ്റില് ബോംബിട്ടതല്ല ആദ്യം ചിന്തിച്ചത്. മലപ്പുറം കലക്ടറേറ്റിൽ ബോംബ് പൊട്ടി. ആ ബോംബ് പൊട്ടാൻ കാരണം എന്താ? സമസ്തന്റെ റാലി 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ നടക്കുന്നുണ്ട്, അത് മുടങ്ങാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അള്ളാന്റെ മഹത്വം കൊണ്ട്, മഹാന്മാരെ ഗുരുത്വം കൊണ്ട് അത് വളരെ ശക്തമായിട്ട് നമ്മൾ നടത്തി. അവിടെ ഒരു ബോംബ് വിലപ്പോല, അത് കറാമത്തിന്റെ പ്രസ്ഥാനം. ഇതുകൊണ്ട് കളിക്കാൻ വന്നവർ നിർവീര്യാവുന്നല്ലാതെ ഇതിനൊന്നും പറ്റൂല. അതവിടെ ഇരിക്കട്ടെ. ആ ബോംബ് പൊട്ടിയപ്പോഴും ഞാൻ പേപ്പർ വായിച്ചിട്ട് ചിരിച്ചത് വരെ എങ്ങ് ഓർത്തിട്ടാ. എന്താ അറിയോ, ഒരു കാറിന്ന് ഒരാൾ നീച്ച് ഓടിയത് ഫോട്ടോ ചെയ്ത് നിങ്ങൾ വായിച്ചോ?
ആൾ പാപ്പയാണ്, താടി മുടിയൊക്കെ നരച്ചിരിക്കുന്നത്. പക്ഷെ മൂപ്പര് പറയാണ്, ഞാൻ കാറിലിരുന്നിട്ട് 2.5 മണിക്കൂറായിട്ട് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കാം നിങ്ങൾ, കാറിലിരുന്നിട്ട് മൊബൈലിൽ. ഞാൻ അങ്ങനെ ചിന്തിച്ചത്, ഈ താടിയൊക്കെ ഫുള്ള് നരച്ച ഇവരൊക്കെ ഈ കാറിലിരുന്നിട്ട് ഇങ്ങനെ മൊബൈൽ കൊണ്ട് കളിച്ചാൽ പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവും. തരക്കടില്ല, കാറിലിരുന്നിട്ട് വാള് കേൾക്കരുന്ന് പറയുകയാണെങ്കിൽ. അല്ല, അങ്ങനെ തന്നെ കാറിലിരുന്നിട്ട് ഞാൻ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കരുന്ന്. അപ്പോഴാണ് ഒരു പൊട്ടൽ കേട്ടത്. അതിൽ ഞാൻ പിന്നെ ഇട്ടുകൊണ്ട് ഓടിയതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ഖിയാമത്ത് പൊട്ടൽ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കളിയിൽ നടക്കണമെങ്കിൽ ഒറ്റ പൊട്ടലായിരിക്കും. അങ്ങനെയാണ് ഖുർആൻ പറയുന്നത്. അതിനിപ്പോ ഇത്ര ലാഘവത്തോടെ കാണണ്ട, ഒരു പൊട്ടലുണ്ടാവും. അതിനു മുമ്പ് കാര്യബോധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ആരാണ് ബുദ്ധിമാൻ നിങ്ങൾ അറിയോ? ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ഖേദിക്കുന്നതിന് മുമ്പ് കാര്യം കണ്ടെത്തുന്നവനക്ക് ബുദ്ധിമാൻ എന്ന് പറയും. മറ്റോ പുള്ളിമാനാണ്. ഖേദിക്കുന്നതിന് മുമ്പ് കാര്യം കണ്ടെത്തുക. ഖേദിച്ചതിന് ശേഷം വിരലടിച്ചിട്ട് കാര്യമില്ല. ഖേദിക്കുന്നതിന് മുമ്പ് കാര്യം കണ്ടെത്തുക, അതാണ് ബുദ്ധിമാൻ. അങ്ങനെ കാര്യം കണ്ടെത്താനാണ് ഈ സദസ്സുകളൊക്കെ. അള്ളാഹു കബൂലാക്കട്ടെ. ഒന്നാമീൻ പറയാം, അള്ളാഹു കബൂലാക്കട്ടെ. ഒന്നും കൂടി പറയാം, അള്ളാഹു കബൂലാക്കട്ടെ. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ എടുക്കാൻ പോണ്. ഇത്ര ശ്വാസം, ഇത്ര ഹാർട്ട് മിടിപ്പ്, ഇത്ര ലിറ്റർ വെള്ളം, ഇത്ര ഭക്ഷണം, ഇത്ര വറ്റ് എന്നൊക്കെ അള്ളാഹ്ക്ക് ഒരു കണക്കാക്കലുണ്ട്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഒരു പ്ലേറ്റ് ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ 2 പൊറാട്ട തന്നു. അള്ളാഹു തആല കണക്കാക്കിയത് ഒരു 100 പൊറാട്ട ആണെങ്കിൽ നിങ്ങൾ 98 നിന്നെങ്കിൽ ഇനി 2 കൂടി തന്നു. കണക്കാക്കിയിട്ടുണ്ടാവില്ല. ഇപ്പൊ എത്രയാണ് അള്ളാഹു കണക്കാക്കിയത്? ഇത്ര ലിറ്റർ വെള്ളം എന്നാണെങ്കിൽ അത് കുടിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാത്രി മരിക്കും. കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് കുടിക്കണേരെ ഇവിടെ ഉണ്ടാവും. നമുക്ക് നമ്മളെ കാര്യം അറിയില്ല. ഓരോ ചുവടുവെപ്പിലും, ഓരോ രാവും, ഓരോ ഉച്ചയും, ഓരോ സന്ധ്യയും നമ്മെ ഖബറിലേക്ക് വലിച്ചുകൊണ്ട് പോവാണ്. ചിന്തിക്കണേ, മനസ്സിന്റെ കണ്ണ് തുറക്കണേ. ചിലപ്പോൾ ചില ചെറുപ്പക്കാരൊക്കെ അബദ്ധത്തിൽപ്പെടും. കാരണം നമ്മൾ മനുഷ്യന്മാരാണ്, മലക്കുകളല്ല. അതിനാണ് മോനെ ഉത്ബോധനം. ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാ. അതിനുമുമ്പ് എല്ലാവരും ഒരു 3 സ്വലാത്ത് ഒന്നുറക്കെ ചൊല്ലിക്കേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബ്. ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും ഗുണപാഠമായിട്ടുള്ള ഒരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് ഞാൻ നിർത്തും. എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, പനി അതിശക്തമായിട്ടുണ്ട്, തലവേദനയുണ്ട്. പക്ഷെ ഞാൻ സമയം കുറക്കൂല. ചിലപ്പോൾ ഗാംഭീര്യവും ഒക്കെ കുറയും. എന്നാലും വിഷയം ലളിതമായിട്ട് പരിശോധിച്ചിട്ട് നമുക്ക് പിരിയാം. എല്ലാത്തിനും കൂടി ഒറ്റ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഒന്ന് ഉൾക്കൊള്ളണം. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, മലക്കുകളല്ല. ഇവിടെ മനുഷ്യന്മാർ തെറ്റ് ചെയ്യും, അള്ളാഹ്ക്ക് അറിയാം. മലക്കുകൾ തെറ്റ് ചെയ്യില്ല എന്നല്ല, ചെയ്യാൻ അവർക്ക് കഴിയില്ല. പിന്നെ അമ്പിയാക്കളുണ്ട്, പോലും തെറ്റ് ചെയ്യൂല. ഔലിയാക്കളാണെങ്കിൽ പോലും ചിലപ്പം ചില പാഴ്ചകൾ സംഭവിക്കാന്ന് മഹാന്മാർ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൽ പെട്ടെന്ന് അവർ രക്ഷപ്പെടും എന്നാണ് മഹാന്മാർ പറയുന്നത്. അത് പെട്ടെന്ന് മാറി പിന്നെ പോകില്ല. എങ്കിൽ നിങ്ങൾ ഇന്നലത്തെ കണ്ട് മറക്കുക. ഇന്നലത്തെ മറക്കുക എന്ന് പറഞ്ഞാല് ഓർമ്മ ഉണ്ടാണ്. അതായത് പടച്ചോ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ഓർക്കണം. ഒരു മനുഷ്യന്റെ യഥാർത്ഥ ഈമാന്റെ ഒരു അവസ്ഥ എങ്ങനെ ആയിരിക്കണം? പടച്ചോ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ഓർക്കണം. മുസീബത്ത് മറക്കണം. മനസ്സിലായോ? മുസീബത്ത് മറക്കണം. നമ്മൾ പടച്ചോനോട് ചെയ്ത ദോഷങ്ങളൊക്കെ ഓർക്കണം. ഇബാദത്ത് മറക്കണം. നമ്മൾ മനുഷ്യന്മാരോട് ചെയ്ത നന്മകളൊക്കെ മറക്കണം, തിന്മ ഓർക്കണം. മനുഷ്യന്മാർ നമുക്ക് ചെയ്ത തിന്മകൾ മറക്കണം, നന്മ ഓർക്കണം. എന്നാലേ ഈമാൻ പൂർത്തിയാവുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവോ? പുറത്ത് ഒരുപാട് ആളുകൾ എന്നിട്ട് ഇങ്ങനെ കേൾക്കേണ്ട ആവശ്യമുണ്ടോ മക്കളെ? ഇവിടെ കുറച്ച് കസേരക്ക് ബാക്കിയില്ലേ? അത് പെണ്ണ് കാണാൻ വന്നാൽ നിങ്ങൾ ഇങ്ങനെ കൈയ്യട്ടിട്ട് നിന്നിട്ട് എന്താ കാര്യമുള്ളത്? ദീനിന്റെ കാര്യമല്ലേ പറയുന്നത്, വേറെ ഒന്നുമല്ലല്ലോ. ദീനിന്റെ കാര്യം പറയുമ്പോൾ എന്തിനായി റോട്ടിൽ തെറിച്ചെന്ന് കേൾക്കുന്നത്? എന്താ അതിന്റെ ആവശ്യമുള്ളത്? നമുക്ക് നാളെ കബറിൽ പോയി കിടക്കാനുള്ളതല്ല, ഇന്ന് രാത്രി തന്നെ മരിക്കൂലെന്ന് ആരാ പറഞ്ഞു? അതുകൊണ്ട് നിങ്ങൾക്ക് പുറത്ത് തെറിച്ചെന്ന് കേൾക്കേണ്ട രാഷ്ട്രീയ പ്രസംഗമൊന്നുമല്ലത്. ഇത് അള്ളാന്റെ ദീനാണ് ഈ പറയുന്നത്. പറ്റെങ്കിൽ ഇതിനുള്ളിൽ ഒന്ന് കയറി കേൾക്കുക, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവർ നിന്നോളി, കുഴപ്പമൊന്നുമില്ല. ഇതിലുള്ളിലേക്ക് കയറി ഇരുന്നാൽ അതിന്റെ കൂലി ഒന്ന് വേറെയാണ്. ഇത് മലക്കുകൾ ഇപ്പം നിങ്ങളെങ്ങനെ കാണുന്നുണ്ടാവും. മലക്കുകളൊക്കെ ഈ സാഹസിൽ ഇങ്ങനെ നന്നായിട്ട് കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പരിചയിക്കുക. നമ്മൾ എത്രമാത്രം അതപ്പതിച്ചാലും ദീനിനോടുള്ള സ്നേഹത്തിൽ നമ്മൾ മാറിപ്പോകരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് നാമേം പറയാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ പിന്നെ ഞങ്ങൾ എല്ലാവരും കിട്ടും ഒരു ചെമ്പ് കൂടെ ചൂടാക്കണേ. എനിക്കറിയാം, ഒരു ചെമ്പ് പുറത്ത് വെച്ചിട്ട് പോക അങ്ങനെ പോവുകയാണെങ്കിൽ ഒരൊറ്റ കുട്ടി റോട്ടിലുണ്ടാവില്ല. കാരണം അത് കഴിഞ്ഞാൽ മുണങ്ങാൻ കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ ചെമ്പില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ തെറിച്ചിരിക്കുന്നത്. പക്ഷെ തീറ്റയിൽ മാത്രം മുൻഗണന പോരാ. നമ്മൾ റൂഹിന്റെ ഭക്ഷണമാണ് ഇൽമ്, അതിൽ നമ്മൾ മുൻകടക്കണം. അത് വെറുപ്പുകൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. പറ്റെങ്കിൽ വരെ അവർ ആദ്യം കണ്ട് വിടൊന്നും വേണ്ട, പറ്റെങ്കിൽ വരെ, അല്ലെങ്കിൽ അവിടെ ഇരുന്നോട്ടെ.
എവിടെ ഇരുന്നാലും കുഴപ്പമില്ല, ദീന്റെ ശാസ്ത്രം ഒന്ന് കേട്ട കൂലി കിട്ടില്ല എന്ന് മാത്രം. നിങ്ങളൊരു 10 ആളും കൂടി ഇരുന്നതിന് വെച്ചിട്ട് ഇവിടെ വ്യക്തിപരമായിട്ട് ലാഭമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് കൂലിയിട്ടാൻ വേണ്ടി പറയണം. നിങ്ങൾ അവിടെ ഇരുന്നാൽ നമ്മളെ അത്താഴത്തിന് കുറവൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചിന്തിക്കാൻ വളരെ ഗൗരവത്തിൽ ചിന്തിക്കും. അപ്പോ ഇന്നലത്തേത് അങ്ങോട്ട് മറക്കങ്ങൾ. അള്ളാഹ്ക്ക് ചെയ്ത തെറ്റുകൾ ഓർക്കണം. തെറ്റുകൾ എത്ര വലിപ്പം കൂടിയാലും മഗ്ഫിറത്തിന് അത് വലിപ്പം ഓവറാവൂല. മഗ്ഫിറത്തിന്റെ ത്രാസില് ഇത് ഭാരം കൂടൂല, ഒരിക്കലും കൂടൂല. അതുകൊണ്ട് ആഭാസങ്ങളിൽ നിന്ന് ആത്മീയതയിലേക്ക് എനിക്ക് വഴിമാറി സടകുടഞ്ഞ് നാൽക്കാൻ കഴിയുമോ എന്ന ചിന്ത വേണ്ട. തീർച്ചയായിട്ടും ഹുസ്നുൽ ളന്നി ബില്ലാഹ്. ഞാനൊരു ചെറിയ സംഭവം നിങ്ങളുടെ മുമ്പിൽ പറയാം. ഒരിക്കൽ മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ ഈ വെള്ളിയാഴ്ചയുടെ മനോഹരമായ രാത്രിയില് മദീന മലർവാടിയുടെ കസ്തൂരി മണ്ണിലേക്ക് സ്വലാത്തിന്റെ സ്നേഹത്തിന്റെ പാക്കറ്റ് കൊടുത്തേക്കാൻ അടഞ്ഞുകിടക്കുന്ന കൽബിന്റെ ബോധതലങ്ങളുടെ വാതായനങ്ങള് സ്നേഹത്തിന്റെ ചാവി കൊണ്ടൊന്ന് തുറക്കുമോ? നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, പുറത്ത് ഉമർ ഇബ്നുൽ ഖത്താബിനെ കണ്ടപ്പോ ഈ ചെറുപ്പക്കാരൻ അങ്ങ് കരയുകയാ. ഈ ചെറുപ്പക്കാരന്റെ കരച്ചില് കണ്ടപ്പോ ഉമർ പോലും കരയുകയാണ്. ഒരാളുടെ കരച്ചിൽ കണ്ടിട്ട് അത് തന്നെ മനക്കരുത്തിന്റെ ഉടമയായ ഉമർ ഇബ്നുൽ ഖത്താബ് കരഞ്ഞെങ്കിൽ ആ ചെറുപ്പക്കാരൻ എങ്ങനെയാ കരഞ്ഞിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഈ ചെറുപ്പക്കാരൻ പൊട്ടിപ്പൊട്ടി ശരീരം തളർന്ന് തകർന്ന് കരഞ്ഞുകൊണ്ട് കലങ്ങിയ കണ്ണുമായി അമീറുൽ മുഅ്മിനീന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റസൂലുള്ളാഹിന്റെ അരികിലേക്ക് കരഞ്ഞുകൊണ്ട് പോവുകയാ. റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ചോദിച്ചു, എന്ത് പറ്റി ഉമറേ? ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, നബിയേ, മനുഷ്യന്റെ കരള് അലിയിപ്പിക്കുന്ന അവസ്ഥയിൽ പുറത്തൊരു ചെറുപ്പക്കാരൻ സകലതും മറന്ന് വാവിട്ട് കരയുകയാ. അവന്റെ കരച്ചിലാണ് എന്നെ കരയിപ്പിച്ചത്, യാ റസൂലല്ലാഹ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് അങ്ങ് പറയേണ്ട താമസോ? അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരൻ അടുത്തേക്ക് വിളിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ആ ചെറുപ്പക്കാരൻ കയറുകയാ. റസൂലുള്ളാഹ് ചോദിച്ചു, എന്ത് പറ്റി മോനെ? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയേ, ഞാനൊരു തെറ്റ് ചെയ്തു യാ റസൂലല്ലാഹ്. നബിയേ, ഞാനൊരു തെറ്റ് ചെയ്തു നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മോനെ, അതിൽ നീ ധാരാളം കരഞ്ഞിട്ടുണ്ടല്ലോ, വിഷമിക്കണ്ട മോനെ. ഈ കുട്ടി പറഞ്ഞു, ഞാൻ അതിന്റെയും മീതെയാണ് തെറ്റ് ചെയ്തത്, എന്റെ തെറ്റിന് ഇത്രമാത്രം കരഞ്ഞാല് പോരെ നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മോനെ, നീ ചെയ്ത തെറ്റാണോ ആകാശമാണോ വലുത്? ഈ കുട്ടി പറഞ്ഞു, ആകാശത്തിന്റെ പ്രവിശാലതയേക്കാൾ എന്റെ തെറ്റ് പരന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, നീ ചെയ്ത തെറ്റാണോ അല്ലാഹുവിന്റെ അർശാണോ വലുത്? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ തെറ്റാണ് വലുത് നബിയേ. നീ ചെയ്ത തെറ്റാണോ അല്ലാഹുവിന്റെ കുർസിയാണോ വലുത്? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റാണ് നബിയേ. എന്ത് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചാൽ മുമ്പിലിടുന്ന ഓരോ പ്രവിശാലമായ ഗംഭീരമായ പരന്ന സൃഷ്ടിയേക്കാൾ എന്റെ സൃഷ്ടി വലുത് തന്നെയാ, എന്റെ തെറ്റ് വലുത് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ റസൂലുള്ളാഹിന്റെ പിന്നാലെ പറഞ്ഞുകൊണ്ട് കൂടുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് ചോദിച്ചു, മോനെ, നിന്റെ തെറ്റാണോ റബ്ബിന്റെ മഗ്ഫിറത്താണോ വലുത്? നിന്റെ തെറ്റ് അല്ലാഹുവിന്റെ മഗ്ഫിറത്തിൽ കൊള്ളൂലേ? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ചിരിച്ചുകൊണ്ട്. കരയുന്നതിനിടയിൽ ഒരു ചെറിയ പുഞ്ചിരി പ്രതീക്ഷയുടേത് നടത്തിയിട്ട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ തെറ്റിനേക്കാൾ വലുത് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് തന്നെയാണ് നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ
ആ തെറ്റ് മൊത്തം കരയുവാൻ വേണ്ടി മാത്രോ, ആ തെറ്റ് പൊറുക്കുവാൻ വേണ്ടി മാത്രോ നീ കരഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സമാശ്വസിച്ചു പൊന്നേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരനോട് മെല്ലെ ചോദിച്ചു, ആകട്ടെ നീ ചെയ്ത തെറ്റ് എന്താ? ഈ ചെറുപ്പക്കാരൻ മുസ്തഫ നബിയുടെ മുഖത്തേക്ക് നോക്കുകയാ, പറയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പിന്നെയും ചോദിച്ചു, നീ ചെയ്ത തെറ്റ് എന്താണ് മോനെ? ആ സമയത്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഈ ചെറുപ്പക്കാരൻ മെല്ലെ മെല്ലെ പറയാൻ തുടങ്ങി, യാ റസൂലല്ലാഹ്, ഞാൻ ഇന്ന ഗ്രാമവാസിയാ. എന്റെ ഗ്രാമത്തിൽ വെളുവെളുത്ത സുന്ദരിയും സുശീലയുമായൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂലേ, അവളെ കെട്ടാൻ ആഗ്രഹിക്കാത്ത ചെറുപ്പക്കാരനില്ല. ദിവസം ആയിരക്കണക്കിന് കല്യാണാന്വേഷണമാ അവളുടെ വീട്ടിലേക്ക് ഘോഷയാത്ര പോലെ പ്രവഹിക്കുന്നത്. ആ പെണ്ണിന്റെ വെളുവെളുപ്പിൽ കണ്ണുവെക്കാത്തൊരു ചെറുപ്പക്കാരനില്ല, കൊതിക്കാത്തൊരു മനുഷ്യനില്ല. അങ്ങനെ നബിയേ, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അങ്ങനെ നിന്റെ നാട്ടിലൊരു വെളുവെളുത്ത സുന്ദരിയായ പെൺകുട്ടി ഉണ്ടായതിന് നീ ഇവിടെ വന്നിട്ട് എന്തിനാ പൊട്ടിക്കരയുന്നത്? ചെറുപ്പക്കാരൻ തുടരുകയാ, യാ റസൂലല്ലാഹ്, ആ പെങ്ങൾ ഒരു ദിവസം അങ്ങ് മരിച്ചു നബിയേ, അതിന് നീ എന്തിനാ മോനെ കരയുന്നത്? റസൂലേ, ആ പെണ്ണിനെ മയ്യത്ത് കുളിപ്പിച്ച് നിസ്കരിച്ചുകൊണ്ട് ജനാസ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഞാനും പിന്നാലെ ഉണ്ടായിരുന്നു നബിയേ. അല്ലാഹ്, പ്രവിശാലമായ ശ്മശാനത്തിൽ ആ പെണ്ണിന് കബറിലേക്ക് ഇറക്കി വെച്ചിട്ട് കബറിന്റെ പണി അങ്ങ് പൂർത്തിയാക്കി മറമാടിയിട്ട് ജനങ്ങളൊക്കെ പിന്തിരിഞ്ഞു. യാ റസൂലല്ലാഹ്, അതൊരു നിലാവുള്ള രാത്രിയാണ് നബിയേ. പാതിരാത്രിയുടെ ഉള്ളറയില് ഞാൻ ആ ശ്മശാന ഭാഗത്തിലൂടെ നടക്കുമ്പോ അതാ 14-ാം രാവിന്റെ പൊന്നമ്പളിയുടെ പ്രഭയാ ആ പെണ്ണിന്റെ കബറ് ഞാൻ തിരിച്ചറിഞ്ഞു, മണ്ണ് ഞാൻ തിരിച്ചറിഞ്ഞു, സ്ഥലം ഞാൻ തിരിച്ചറിഞ്ഞു. ആ സമയത്ത് നാട്ടുകാരൊക്കെ കൂർക്കം വലിയിലേക്ക് കണ്ടുപോയതാ, പക്ഷി പറവളൊക്കെ ചെറുകടികൾ നിർത്തിവെച്ചതാ. അദ്ദുന്യാ സാക്കിന, ഇരുൾമുത്തിയ അടങ്ങിയ ദുന്യാവാണ് നബിയേ. എന്റെ കൂടെ ഒരാളില്ല യാ റസൂലല്ലാഹ്. ആ സമയത്ത് ശപിക്കപ്പെട്ട പിശാചി എന്നോട് മന്ത്രിച്ചു, എടാ മനുഷ്യ, ഇത്രമാത്രം ആളൊഴിഞ്ഞ അവസരം കിട്ടിയിട്ട് മയ്യിത്തായി പോയാലെന്താ? ഇന്ന് കബറടക്കിയതല്ലേ, പുഴുക്കൾ വരാനായിട്ടില്ലല്ലോ, ചെയ്യാനായിട്ടില്ലല്ലോ. ഒത്തിരി ചെറുപ്പക്കാര് കണ്ണുവെച്ച കൽബ് വെച്ച പെണ്ണല്ലേ, നീയും അറിയാതെ അലച്ചു വെച്ചിട്ടില്ലേ? ഒരു തൗബ അങ്ങ് ചെയ്താല് പോരെ? കബറല്ലേ ആ കാണുന്നത്, അവിടെ പോയി മണ്ണങ്ങ് മാന്തിയാ, മൂടുകല്ലങ്ങ് പൊക്കിയാ, ആ വെളുവെളുത്ത ശരീരത്തെ നിനക്ക് എടുക്കാമല്ലോ. അല്ലാഹ്, സുബ്ഹാനല്ലാഹ്, എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല യാ റസൂലല്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങൾ ബാബ സദസ്സിലേക്ക് വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. തങ്ങൾ വന്നു എന്നൊരു സന്തോഷം, ഒന്ന് പ്രസംഗം നിർത്താനായല്ലോ എന്നൊരു സന്തോഷം. കാരണം എനിക്ക് നല്ല പനിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തി, ഞങ്ങൾ അറിയാം, അത് സോക്കടായി നിർത്തിപ്പോയിരുന്നു. തങ്ങളെ കണ്ട് നിർത്തിയാൽ നിർത്താൻ സമയത്ത് നിർത്തി ഞങ്ങൾക്ക് തോന്നുള്ളൂ. അതുകൊണ്ട് ദീർഘമായിട്ട് ഞാൻ പറയുന്നില്ല, വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കും. അപ്പം അൽഹംദുലില്ലാഹ്, ഇത്തരം വേദികളിലും ദുആ മജ്ലിസിലൊക്കെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന അപൂർവം സയ്യിദന്മാരിൽ പ്രധാനപ്പെട്ട മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട തങ്ങൾ. പല സ്ഥലങ്ങളിൽ തങ്ങളെ കൂടെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, കേരളത്തിലും പുറത്തും പങ്കെടുത്തിട്ടുണ്ട്. വളരെ ഗംഭീരമായ ദുആക്കും മനസ്സിൽ തളുന്ന നസീഹത്തിനൊക്കെ അള്ളാഹു പ്രത്യേക സിദ്ധി കൊടുത്ത ഒരു വലിയ തങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അപ്പം നിങ്ങൾ ചിന്തിക്കണം, ഞാൻ അവസാനിപ്പിക്കണം, ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ചരിത്രം മറന്നോ? ചരിത്രത്തിന്റെ മർമ്മങ്ങൾ വിട്ടോ? ചരിത്രത്തിന്റെ മർമ്മങ്ങൾ വിട്ടോ? എവിടെ എത്തി? ഇല്ല എന്ന് പറയാൻ എല്ലാവർക്കും കഴിയും. എവിടെ? അൽഹംദുലില്ലാഹ്. എന്നാ ഒരു സലാത്ത്, ഒറ്റ സലാത്ത് ഒന്ന് ഉറക്കം ചൊല്ലിക്കാണി. ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ്
आसे पे जीता हो कहते ये कोई आखरे चल तुझको मदीने में अल्लाह बुलाता है अल्लाह बुलाता है मालिक है नबी सरवरे अल्लाह बुलाता है മാലിക് നബി സർവർ. ഈ ലോകം അല്ലാഹുവിന്റേതാണ്, ഖജനാവുകൾ അവന്റെ സൂക്ഷിപ്പിലാണ്. മണ്ണും വിണ്ണും കരലും കരയും പൂക്കളും പുഴുക്കളും മാനത്തനന്തകോടി താരകങ്ങളും അവന്റേതാണ്. അല്ലാഹുവിന്റെ ഖജനാവിന്റെ ഭണ്ഡാരത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരന് അറിയോ? അത് ഹൃദയത്തിന്റെ താക്കോലാണ്, അത് ഈമാനിന്റെ വസന്തമാണ്, അത് നന്മയുടെ പൂക്കളാണ്, അത് തിന്മയുടെ ബദ്ധവൈരിയാണ്, അത് അല്ലാഹുവിന്റെ മുത്താണ്, അത് മദീനയുടെ പൂനിലാവാണ്, അത് അല്ലാഹുവിന്റെ ഹബീബായ നമ്മുടെ ഷഫീആയ മുത്ത് മുഹമ്മദ് മുസ്തഫ. പേരക്കുട്ടിയുടെ മുമ്പിൽ നിന്ന് ഈ മഹബ്ബത്തിന്റെ സ്വലാത്തിന്റെ പുഴ ഹൃദയത്തിൽ നിന്ന് മദീനയിലേക്ക് ഒഴുകി. ഈ സ്വലാത്തിന്റെ മഹബ്ബത്തിന്റെ ലഹരിയിൽ നിന്ന് മുത്തും പവിഴവും പെറുക്കി ദുനിയാവും ആഖിറവും ക്ഷേമമോക്ഷ ഐശ്വര്യ സന്തോഷത്തിൽ പൂത്തുല്ലസിക്കാൻ ചെറുപ്പക്കാരെ ഒരു സ്വലാത്ത് കൂടെ ചൊല്ലുമോ? മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, നബിയേ, എനിക്ക് എന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ ആ സുന്ദരിയായ സുശീലയായ ഒത്തിരി ആണുങ്ങളുടെ കൽബിൽ ജീവിച്ച റാണിയായ ആ പെൺകുട്ടിയുടെ കബറിലേക്ക് പാതിരാവിന്റെ ഉള്ളറയിൽ ഞാൻ മന്ദം മന്ദം മെല്ലെ മെല്ലെ അടുത്തടുത്ത് ചെന്നു. യാ റസൂലല്ലാഹ്, ആകാശത്ത് തിളങ്ങുന്ന പൊന്നമ്പിളിയാണ്. വലത്തും ഇടത്തും മുമ്പിലും പിറകിലും മുകളിലും നോക്കി താഴെയും നോക്കി ഒരാളുടെയും ദൃഷ്ടിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ നബിയേ, ആ ഖബർ ഞാൻ മാന്താൻ തുടങ്ങി. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് പ്രകാശമയമായ താമരയുടെ സുഗന്ധമുള്ള റോസാ പുഷ്പത്തിന്റെ ഇതില് പോലെയായ പൊന്നമ്പിളിയെ നാണിപ്പിക്കുന്ന പ്രകാശമയമായ സൗന്ദര്യത്തിന്റെ പ്രഭയും കേദാരവും കേന്ദ്രവും അടിസ്ഥാന സ്രോതസ്സവും മൂലധനവുമായ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചെറുപ്പക്കാരന്റെ വിശദീകരണം ട്രാക്ക് മാറിയപ്പോ കൽബ് പതറിയിട്ട് കണ്ണ് നിറഞ്ഞിട്ട് കേൾക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ അവതരിപ്പിക്കുകയാണ്, മണ്ണ് കുറേശ്ശെ കുറേശ്ശെ മാന്തി മാന്തിയെടുത്തു, മൂടുകല്ലുകൾ പൊക്കിയെടുത്തു, ആ കഫൻ തുണി ഞാൻ കണ്ടു, ഞാൻ ആ പെണ്ണിനെ പുറത്തേക്ക് വലിച്ചിട്ടു. യാ റസൂലല്ലാഹ്, എന്റെ ശൈത്താൻ എന്നോട് മന്ത്രിച്ചു, കഫൻ തുണി മാറ്റടാ, പാതിരാവല്ലടാ, ആരുമില്ലാത്തത് അറിയില്ലടാ, ആര് കാണാനടാ, അവസരം ഉപയോഗപ്പെടുത്തടാ. നബിയേ, ശൈത്താന്റെ ദുർമന്ത്രത്തിൽ പെട്ടതുകൊണ്ട് ആ മയ്യിത്തായ പെണ്ണിന്റെ കഫൻ തുണി ഞാൻ ശരീരത്തിൽ നിന്ന് അങ്ങ് പറിച്ചു മാറ്റി നബിയേ. എന്നിട്ട് എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നപ്പോ ആ സുന്ദരിയായ പെണ്ണ് മരിച്ചു പോയിട്ട് കബറിൽ നിന്ന് മാന്തിയെടുത്തിട്ട് ആ ജഡത്തിന്റെ മുകളിൽ ഞാൻ നഗ്നനായിട്ട് അങ്ങ് കിടന്നു. യാ റസൂലല്ലാഹ്, ആ സമയത്ത് മയ്യിത്തായ പെണ്ണ് പെട്ടെന്ന് എന്നെ തട്ടിയിട്ടങ്ങ് ഇരുന്നിട്ട് പറഞ്ഞു, എടാ മുധവി എമ്പോക്കി, ഈ കാണുന്ന 10,000 മയ്യിത്തുകളുടെ ഇടയിൽ വെച്ച് നീ എന്നെ ജനാപത്തുകാരിയാക്കിയില്ലേ? ഫിഖയിലുള്ള ജനാപത്തല്ല പറയുന്നത്, ഒരു മയ്യിത്ത് പറഞ്ഞാൽ എന്തുമാകാമല്ലോ. ഇനി ഫിഖയിൽ ജനാപത്തുണ്ടായെന്ന് പറയാൻ നിൽക്കണ്ട, ഫേസ്ബുക്കിൽ കാര്യങ്ങൾ കേറുന്ന കാലമാ, അതാണ് ഞാനൊന്ന് വിശദീകരിച്ചത്. ഈ പെണ്ണ് പറഞ്ഞു, എന്നെ നീ കളങ്കപ്പെടുത്തിയില്ലേ?
നിന്നെ ഞാൻ മശറ പ്രളയത്തിൽ കണ്ടുകൊടാമടാ മൂദേവി, നിന്നെ ഞാൻ ആഖിറത്തിൽ വിടൂല. ഈ കണ്ട 10,000 മയ്യത്തുകളുടെ മുമ്പില് നീ എന്നെ വഷളാക്കിയില്ലേ? മയ്യത്തായി പോയ ആ പെണ്ണിന്റെ ജഡത്തിൽ കയറിയിട്ട് എന്റെ വികാര പൂർത്തീകരണം ഞാൻ നടത്തുന്നതിനിടയിൽ ആ പെണ്ണിനോട് അട്ടഹസിച്ചു അലറി, നബിയേ ഞാനങ്ങ് പേടിച്ചറച്ചു നബിയേ. അങ്ങനെ ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഓടി, യാ റസൂലല്ലാഹ് എനിക്ക് തൗബ ഉണ്ടോ നബിയേ, എനിക്ക് തൗബ ഉണ്ടോ നബിയേ? ഇതിന്റെ മേലെ ഈ തെറ്റും ചെയ്ത ഒരൊറ്റാളി സാസൽ ഉണ്ടാവില്ല. ഈ സാസലൊന്നും ഇരിക്കാൻ പറ്റൂല. അവിടെ നമുക്ക് ധൈര്യല്ലേ? ആദ്യ സമയത്തൊക്കെ ആസ്വദിപ്പിച്ച് പിന്നാലെ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കണ്ട് ചുവന്ന് തുടിച്ചു, കണ്ണ് തീജ്വാല പോലെയായി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എടാ അല്ലാഹുവിന്റെ അദാബ് നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങണ്ട, ഇറങ്ങിപ്പോവാൻ എനിക്ക് തൗബയില്ല. മുഹമ്മദ് മുസ്തഫ. കേട്ടോളൂ ചെറുപ്പക്കാരെ, ആഭാസത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് എന്ന ശീർഷകത്തിന്റെ പരിസമാപ്തി സിനിമയെക്കുറിച്ചും ചാടിപ്പോക്കിനെ കുറിച്ചും ലഹരിയെക്കുറിച്ചും വേഷവിധാനത്തിന്റെ ആഭാസത്തെക്കുറിച്ചുമൊക്കെ പറയുമ്പോ പ്രതീക്ഷയുടെ ഒരു തിരിനാളം കത്തിച്ചിട്ട് വേണമല്ലോ എനിക്ക് ഇറങ്ങിപ്പോവാൻ. സുബ്ഹാനല്ലാഹ്, റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദ് മുസ്തഫ, മഹബത്തിന്റെ കേദാരമായ സ്നേഹത്തിന്റെ പട്ടണമായ പ്രപഞ്ചമായ മുഹമ്മദ് മുസ്തഫ, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ റഊഫുർ റഹീം. കാഫിറിന് മുസ്തഫ നബി കാരുണ്യമാ, മുനാഫിഖിന് മുസ്തഫ നബി കാരുണ്യമാ, മുഅ്മിന് പ്രത്യേകമായ കാരുണ്യത്തിന്റെ പ്രപഞ്ചമാ. അല്ലാഹുവിന്റെ റസൂലാ ഈ തെറ്റ് ചെയ്ത മനുഷ്യനെ നിരാശയുടെ കയ്പ് നീര് കുടിപ്പിച്ചുകൊണ്ട് ഇറക്കി വിടുകയാ. പക്ഷെ ഈ ചെറുപ്പക്കാരൻ മലമുകളിൽ കയറുകയാ. ഈ ചെറുപ്പക്കാരൻ അങ്ങ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, റബ്ബേ റബ്ബേ എനിക്ക് പ്രപഞ്ചത്തിൽ ഇനിയൊരു ഹൽക്കിന്റെ വാതിലിൽ മുട്ടാനില്ല. കാരുണ്യത്തിന്റെ കേദാരമായ ഐനുർ റഹ്മത്തായ നിന്റെ ഹബീബിന്റെ അരികിൽ ഞാൻ പോയപ്പോ ഹബീബ് എന്നെ തട്ടിമാറ്റിയത് നിനക്കറിയില്ല റബ്ബേ. നീ എന്റെ ഖാലിഖല്ലേ, റാസിഖല്ലേ, കൊലയാളികളെ ഔലിയാക്കളാക്കിയവനല്ലേ, നീ ഒരുപാട് വ്യഭിചാരികളെ നന്നാക്കിയില്ലേ റബ്ബേ. നീയും കൂടെ എന്നെ അങ്ങ് കൈയൊഴിവാക്കിയാ എനിക്ക് വേറെ റബ്ബില്ല അല്ലാ. അതുകൊണ്ട് പാവപ്പെട്ട അടിയാന് നീ സ്വീകരിക്കണേ അല്ലാ എന്നങ്ങ് പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞ് തൗബ ചെയ്യുകയാ. ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, അല്ലാ അല്ലാ 5 കഴിഞ്ഞു. 40ഓളം ദിവസം ആ മലമുകളിൽ കയറിയിട്ട് കൃത്യമായ ഭക്ഷണമില്ല, ഉറക്കമില്ല, ചടകുത്തിയ മുടിയാ, പൊടിപുരണ്ട ശരീരമാ, ഒട്ടിപ്പിടിച്ച മയറാ, കുടിനീരില്ല. ടെൻഷൻ കൊണ്ട് ദുഃഖഭാരത്തോടെ പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി പതിരാവിലും പട്ടാപ്പകലിന്റെ നട്ടുച്ചയിലോ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യുകയാ. 40ാമത്തെ ദിവസമായപ്പോ ഫനസലൽ അമീനു മലക്ക് ജിബ്രീൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ ഇറങ്ങിയിട്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹ് പറഞ്ഞു വിട്ടിട്ട് വന്നതാണ് നബിയേ. അല്ലാഹ് 1-2 കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളാണോ അടിമകളെ സൃഷ്ടിച്ചത് അതോ അല്ലാഹയാണോ സൃഷ്ടിച്ചത്? നിറപുഞ്ചിരിയോടെ ഫലിതം കർന്ന ജിബ്രീലിന്റെ ചോദ്യത്തിന് മുമ്പില് മുസ്തഫ നബി പറഞ്ഞു, അല്ലാഹു അല്ലേ ജിബ്രീലെ സൃഷ്ടിച്ചത്. ആ സമയത്ത് ജിബ്രീൽ ചോദിക്കുകയാ, നബിയേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മരിച്ചുപോയ സുന്ദരി പെണ്ണിന്റെ ജഡമെടുത്തുകൊണ്ട് വ്യഭിചരിക്കാൻ ഒരുങ്ങിയ ആ മനുഷ്യനെ നിങ്ങൾ തട്ടിവിട്ടില്ലേ? ആ മനുഷ്യൻ സ്വർഗത്തിലാ. രണ്ടാമത് തിരിച്ചു വിളിക്കാൻ, ആശ്വാസത്തിന്റെ വാക്കുകൾ കൈമാറാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നബിയേ. മുസ്തഫ നബി സ്വഹാബാക്കളെ പറഞ്ഞു വിടുകയാ. സ്വഹാബാക്കൾ ഗ്രാമങ്ങൾ പരതിയിട്ട് മലമുകളിൽ കയറിയിട്ട് ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് റസൂലുള്ളാന്റെ അരികിലേക്ക് കൊണ്ടുപോവുകയാ. അപ്പോഴേക്ക് തൊളി ഒളിഞ്ഞിരിക്കുകയാ, കണ്ണ് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുകയാ, കവള് ഒട്ടിയിരിക്കുകയാ, മുടി ചടകുത്തിയിരിക്കുകയാ. അല്ലാ അല്ലാ, എല്ലാം ചെയ്തു പോയ തെറ്റിന്റെ ആക്കവും ഊക്കും അതിന്റെ പരപ്പും ആഴവും പ്രവിശാലതയും അതിന്റെ ഗാംഭീര്യവും മൂർച്ചയും ഗൗരവവും
ചിന്തിച്ചുകൊണ്ട് അള്ളാനെ ഓർത്തുകൊണ്ട് കരഞ്ഞതാ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചെറുപ്പക്കാരന്റെ നെഞ്ചകം തടകിയിട്ട് പ്രതീക്ഷയുടെ വാക്കുകൾ പറഞ്ഞപ്പോ അതുവരെ ചിരിക്കാത്ത ചെറുപ്പക്കാരന്റെ പുഞ്ചിരി നാട്ടുകാര് കാണുകയാ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നിങ്ങൾ സിനിമ കണ്ടാൽ സിനിമയുടെ ദോഷഫലങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആഖിറത്തിൽ അതിനേക്കാൾ ഗൗരവമാ. പലിശയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാ സമയമില്ല. ലഹരി ഇപ്പോൾ നിത്യസംഭവമാ. സകല പ്രഭാഷകന്മാരും ഞാനും ഗംഭീരമായിട്ട് പറയാറുണ്ട്. പൊന്നുമോനെ, ഒന്ന് മാത്രം ഞാൻ പറയട്ടെ. യഖ്റുജു യൗമൽ ഖിയാമത്തി ശാരിബുൽ ഖംറി മിൻ ഖബ്രിഹി അംതന മിനൽ ജീഫാ. നാളെ ഖിയാമത്ത് നാളിൽ ഖബറാകുന്ന കുഴിമാടത്തിൽ നിന്ന് തലയിൽ നിന്ന് പൊടിപടലങ്ങൾ തട്ടിക്കൊടഞ്ഞുകൊണ്ട് കള്ളുകുടിയനാണ് കയറി വരുന്നതെങ്കിൽ അവന്റെ ശരീരത്തിൽ നിന്ന് മാസങ്ങൾക്ക് മുമ്പ് ചത്തുപോയ പുഴുക്കളരിച്ചു കിടക്കുന്ന പെരിച്ചാഴിയുടെ അല്ലെങ്കിൽ വലിയ നായുടെ പെട്ടി പൊട്ടിയിട്ട് സ്മെല്ല് വരുന്നത് അറിഞ്ഞിട്ടില്ലേ? മൂക്കിലേക്ക് അടിച്ചു വീശാറില്ലേ? ഹൈവേ റോട്ടിൽ നമ്മൾ സാക്ഷികളായിട്ടില്ലേ? അതിനേക്കാൾ ചീഞ്ഞു നാറുന്ന അവസ്ഥയാണ് കള്ളുകുടിയൻ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ മറ്റുള്ളവർക്ക് അനുഭവപ്പെടുക എന്ന് അള്ളാന്റെ റസൂല് പറയുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കള്ളുകുടിയനെ ഖബറിൽ കൊണ്ടുപോയി ഇറക്കി വെച്ചാൽ അവന്റെ മേലെ മൂടുകല്ല് വെച്ചുകൊണ്ട് ഖബർ പണി പൂർത്തിയായിട്ട് ഉറ്റവർ ഉടയവർ ബന്ധുക്കൾ സുഹൃത്തുക്കള് പിന്തിരിഞ്ഞാൽ സബാനിയാക്കളായ മലക്കൾ വന്നിട്ട് ആ പഹയന്റെ മുഖം ഖിബലയെ തൊട്ട് തെറ്റിയിട്ട് മതാ തെറ്റിത്തിരിക്കുന്നതാ. കാരണം മുഖം ഖിബലയിലേക്ക് ആക്കി കിടക്കാൻ ഖബറിൽ പോലും കള്ളുകുടിയന് സ്വാതന്ത്ര്യമില്ല എന്ന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് പറയുമ്പോ നമ്മുടെ കുട്ടികളുടെ പോക്കറ്റിൽ കള്ള ലഹരി ഉൽപ്പന്നങ്ങളാ. ഇന്ന് മുറുക്കാൻ കടയിലെ കാറ്റിന് ആടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന പാക്കറ്റിൽ വരെ ലഹരി ഉൽപ്പന്നങ്ങൾ കുടിയേറി പാർത്ത കാലമാ. പ്രിയപ്പെട്ടവരെ, തൊട്ടാൽ പൊട്ടുന്ന എട്ടുകാരനില്ലേ? കാലിന്റെ ചുവപ്പ് മാറാത്ത പത്തുകാരനില്ലേ? ഇന്ന് ലഹരിയുടെ അടിമയാ. ആജിക്കാൻ ഇന്റെ തലയിലതാ തട്ടമാ തൊപ്പിയാ തലപ്പാവാ നെറ്റത്ത് തയമ്പാ കയ്യിൽ 100 മണിയുടെ തസ്ബീഹ് മാലയാ. പക്ഷെ ട്രൗസർ ഇട്ട കുട്ടിയുടെ പോക്കറ്റിൽ കഞ്ചാവാ, കയ്യിലതാ ബ്ലൂ ഫിലിമാ, അവന്റെ ചുണ്ടിന്റെ ഇടയില് ഹാൻസാ. മറക്കണ്ട മറക്കണ്ട പെങ്ങളെ, മറക്കണ്ട. ചിന്തിക്കാൻ ഇനിയും സമയമെടുക്കല്ലേ. അതുകൊണ്ട് ആഭാസത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് നീ എത്ര കള്ളു കുടിച്ചാലും പെണ്ണ് പിടിച്ചാലും തമ്മാടിത്തരം ചെയ്താലും പടച്ചവന്റെ പ്രവിശാലമായ മഗ്ഫിറത്തിന്റെ ലോകത്തേക്ക് ചേർത്ത് നോക്കിയാ ഏത് തെറ്റും പോനെ മഞ്ചാടിക്കുരുവിന്റെ വലുപ്പമില്ല. അതുകൊണ്ട് നമ്മുടെ തെറ്റുകുമ്പാരങ്ങളുടെ പാറക്കെട്ടുകൾ അള്ളാഹു മഞ്ഞ് പോലെ ഒരുക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സമയം 2 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ പ്രസംഗിക്കായിരുന്നിട്ട് 2 മണിക്ക് പ്രസംഗിക്കാൻ കഴിയുന്ന ഗതിയല്ല. കാരണം അതിശക്തമായിട്ട് പനിയും ജലദോഷം തലവേദന ഒക്കെ ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞ് വണ്ടിയിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തങ്ങൾ വരും ചെയ്ത് തങ്ങളെ എത്തിയിട്ട് സുഖമായിട്ട് പ്രസംഗിക്കുന്നത് ശരിയല്ല. ദുആ ബഹുമാനപ്പെട്ടവർ നടത്തും. ആ കൂട്ടത്തിലൊന്നും എനിക്ക് പറയാനുള്ളത്, ഇത് വെള്ളിയാഴ്ച രാവാ. നേരത്തെ പറഞ്ഞ പോലെ ഈ പരിപാടിക്ക് കാശ് കിട്ടിയിട്ട് മിച്ചം വരികയാണെങ്കിൽ മുഅല്ലിം ക്ഷേമനിധിയിലേക്കാണ്. പ്രത്യേകിച്ച് അത് ഇവിടെ കഴിഞ്ഞ വർഷം വഫാത്തായ 34-കാരനായ ആ ചെറുപ്പക്കാരനായ പണ്ഡിതന്റെ പേരിലാണ് മുഅല്ലിം ക്ഷേമനിധി അൽഹംദുലില്ലാഹ് സംഭരിക്കുന്നത്. അപ്പോൾ അതിലേക്കാണ് നിങ്ങളുടെ നാണയത്തുണ്ടുകൾ. വെള്ളിയാഴ്ച രാവാണ്. രോഗങ്ങൾ അധികരിച്ച കാലമാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പൊക്കെ അറിയാം. അവർക്ക് പോണ വേദിയിൽ ക്യാൻസർ, അറ്റാക്ക്, കിഡ്നി വീക്ക്, ട്യൂമർ, ഇതൊക്കെ നിത്യ സംഭവങ്ങളാണ്. ഞങ്ങളൊക്കെ എന്നും അത് കാണുന്നതും അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സാഹസിൽ തന്നെ ഉണ്ടാവാം. ഇനിയിപ്പോൾ ആൾ കഴിഞ്ഞ് പോകുമ്പോഴേ അറിയുള്ളൂ. ഏതായാലും മാരക രോഗങ്ങൾ ഘോഷയാത്ര നടത്തുകയാണ്. ശരീരങ്ങളിൽ മാറാവ്യാധികൾ പ്രകടനം നടത്തുകയാണ്. ഈ സമയത്ത് അലോപ്പതി വാതിലടച്ചുകൊണ്ട് പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ നമ്മെ മാടി വിളിക്കുന്ന ഒരേ സംഗതി ഹബീബായ മുഹമ്മദ് മുസ്തഫ. അവിടുന്ന് എല്ലാത്തിനും പരിഹാരമായി പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ഒറ്റമൂലിക അമലാണ് അസ്വദഖത്തു റദ്ദുൽ ബലായ. ആ കൂട്ടത്തിൽ ഇത്തക്കുന്നാറ വലോ ബിശത്തി തംറ, ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും കഠിന കഠോരമായ കത്തിജ്വലിക്കുന്ന നരകത്തീ ജ്വാലയെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് തെറ്റാത്ത നാക്കിന്റെ ഉടമ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ഇത് ഗൾഫിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിലും ഇവിടെ പങ്കെടുത്ത ആളുകളാണെങ്കിലും ബഹുമാനപ്പെട്ട തങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ ദുആയിൽ പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു സ്വതക്ക് കഴിഞ്ഞിട്ടുള്ള ദുആ, നമ്മൾ സ്വതക്ക് കൊടുത്തിട്ട് നമുക്ക് വേണ്ടി ദ്വാരക്കുമ്പോൾ അല്ലാഹു തആല
പെട്ടെന്ന് തരും. അതുകൊണ്ട് ഇപ്പോൾ ബിസിനസ്സുകളൊക്കെ താറുമാറായി കിടക്കുകയാണ്, ബർക്കത്തൊക്കെ പലയിടത്തും കുറയാണ്, റഹ്മത്തൊക്കെ എടുത്തു പോണ പോലെ എവിടെയും തിരിഞ്ഞു നോക്കാൻ പറ്റാത്തൊരവസ്ഥ. കണ്ടപ്പോൾ നിങ്ങൾ 500,000 ഒക്കെ പിൻവലിച്ചു. ഞാൻ ആ പിൻവലിച്ചെന്ന് എവിടെ സ്ഥലത്ത് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 313 തേന ഞാൻ ചോദിച്ചത്. പക്ഷെ 500 തന്നിട്ട് ആരും പിന്നെ ചില്ലറ വാങ്ങണില്ല. ഞാനൊട്ട് ഈ സംഗതി അറിയില്ല. അപ്പോൾ നോക്കുമ്പോൾ 500 വീര്യം കുറഞ്ഞിരിക്കണം. അതുകൊണ്ട് എല്ലാവരും പിന്നെ ബാക്കി വേണ്ടെന്ന് പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കല്ല. അവരൊക്കെ നല്ല നീയത്തിൽ തന്നവരാണ്. എന്നാലും പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു തമാശ തോന്നി, അതുകൊണ്ടിട്ടായിരിക്കും. അല്ല, പാവങ്ങളൊക്കെ നല്ലവരാണ്. ഏതായാലും ഇപ്പോൾ 500 ഒന്നും അലിമലില്ലാതെ പക്ഷെ നിങ്ങൾ 500 എന്നോളം നമ്മൾ സ്വീകരിക്കാൻ കുഴപ്പമില്ല. അതിനൊക്കെ ഇൻഷാ അല്ലാഹ് ആലിമീങ്ങൾക്ക് സംവിധാനം ഉണ്ടെന്ന് പിന്നെ മോഡി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആലിമീങ്ങളെ കൂടെ ചേരുകയാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഇപ്പോൾ ഈ വിഷയം ദുനിയാവിലും ജാഹ്ലിയങ്ങളായ പെട്ടവും. കാരണം ഓൾക്ക് ഇപ്പോൾ പരിമിതമായ ഇൽമുള്ളൂ. പഠിച്ചോനെ 500 1000 ഒന്നിനും പറ്റൂലാലാ. ആ ഇരുത്തം പുരയിലിരുന്നാലേ അടുത്ത ഡിസംബർ 30 കഴിഞ്ഞാൽ ഈ സാധനം കൂടി കത്തിക്കേണ്ടി വരും. നേരെ മുറിച്ച് ഇത് രക്ഷപ്പെടാൻ ഇത് പഠിച്ച ആലിമ്യങ്ങളെ കൂടെ കൂടിക്കോളൂ. എനിക്കറിയില്ല കേട്ടോ, എൻ്റെ പിന്നാലെ കൂടെ. അപ്പൊ അവര് പറഞ്ഞുതരും ഇന്ന ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവ നമുക്ക് ഇങ്ങനെ അതിന് അതന്നെയാണ് ഈ മദ്ഹബ് വേണമെന്ന് പറഞ്ഞത്. മദ്ഹബ് വേണം, മഹാന്മാരെ വാള് വെക്കണം, ആലിമ്യങ്ങളെ പിന്നാലെ കൂടണമെന്നൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ, നമുക്ക് അറിയില്ലെങ്കിൽ അറിയണോരെ പിന്നാലെ കൂടിയാലാണ് നമ്മൾ രക്ഷപ്പെടുക. ഈ ഏതും അങ്ങനെയല്ലോ. ഒരു പുതിയാപ്പിളിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബസ് പോകുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്, വഴി അറിഞ്ഞ ആൾ മുമ്പിൽ അടക്കട്ടെ എന്നല്ല പറയാ. നിങ്ങൾ പറയലില്ലേ? ഇപ്പൊ പുതിയാപ്പിള പോകുന്ന ബദർക്ക അബൂജയിൽ പോകണ മാതിരിയാണ്. അത് വേറെ. എന്നാലും അറിയുന്ന ഒരാളെന്നല്ല മുമ്പിൽ നിന്ന് ചാടില്ല. എല്ലാത്തോം ചാടിയാ വേഗം കാട്ടുപോയി ചാടൂലേ. അപ്പൊ ഒരറിയുന്ന ആള് മുമ്പിൽ നിൽക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ ബാക്കിൽ നിൽക്കുന്നത്. ഈ ഒരു മര്യാദ ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിച്ചാൽ സ്വർഗത്തിലെത്തിക്കും. അള്ളാഹു സ്വർഗത്തിലെത്തിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ നല്ല രൂപത്തിൽ സഹായിക്കണം. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ ഏകദിന പ്രഭാഷണം നാളെ പരിപാടി ഇല്ല. ലൈറ്റ് അറേഞ്ച്മെന്റ്, അതുപോലെ ബോക്സ് സെറ്റിങ്സ്, ഇതിനൊക്കെ വലിയ സംഖ്യ വരും. അപ്പോൾ ഇവർക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പൈസ ഈ ക്ഷേമനിധിയിലേക്ക് കൊടുക്കുകയാണ്. അതിനൊക്കെ പറ്റുന്ന പരുവത്തിൽ ഇത് ഇനിയിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ കണ്ട് പോകും. നമ്മളെ കൂടെ 3 കഷ്ണം തുണി ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ അള്ളാന്റെ ദീനിന് വേണ്ടി വല്ലതും കൊടുത്താൽ അത് ആഖിറത്തിൽ നമുക്ക് കബർ മുതൽ തുടങ്ങുന്ന ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് തങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടാണ്ട് കൊടുക്കണം. ഇതെന്താ നോക്കി, ഇതെന്താന്നാവല്ലേ, ഇതെന്താ പിന്നെ. അപ്പോൾ നിങ്ങൾ കഴിയുന്ന രൂപത്തിലൊക്കെ സഹായിക്കണം. ഞാൻ വലിയൊരു സംഖ്യ ഒന്നും പറയണില്ല. ഈ നാട്ടിൽ ജീവിച്ച് വഫാത്തായി പോയ മഹാമനീഷിയുടെ ഓർമ്മയിൽ മാലിന്യം ക്ഷേമനിധിയിലേക്കും ബാക്കി കിട്ടണം എന്ന നീയത്തിൽ ഈ ഇൽമിന്റെ സദസ്സ് വെള്ളിയാഴ്ച രാവിലെ ഇൽമിന് വേണ്ടി മാത്രം, തെറി പറയാനോ രാഷ്ട്രീയം പറയാനോ ഒന്നല്ല. ഇവിടെ ബഹുമാനപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ തുടങ്ങിയത്, മുഅ്മിനീങ്ങളെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ നിലയിലുള്ളൊരു പ്രഭാഷണമാണ് ഇവിടെ ഉള്ളത്. ആരും കുറ്റം പറയാനല്ല, നമ്മളെ കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയതാണ്. അപ്പം നിങ്ങളൊക്കെ പറ്റുന്ന രൂപത്തിൽ വലിയ സംഖ്യകളൊക്കെ ഒരു 313 ഒരാൾ നൽകി ഉദ്ഘാടനം ചെയ്തു. തങ്ങളൊപ്പം നാണ്ടിരുന്നാൽ മതി. തങ്ങളപ്പൻ്റെ കയ്യിൽ ഇങ്ങോട്ട് ഒന്ന് കസേര നാട്ട് കൊടുത്താൽ മതി. ഒരു ബക്കറ്റ് അവിടെ വയ്ക്കി. പിന്നെ നീക്കല്ലേ ആദ്യം കൊണ്ടുവരില്ലേ, ഞാൻ പറഞ്ഞിട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ വിഷയത്തിലേക്ക് നിങ്ങളപ്പം വെച്ചല്ലേ, ബിസ്മില്ലാ തങ്ങളെ കയ്യിലാണ്ട് കൊടുത്താൽ. പിന്നെ ഞാൻ വലിയ രൂപത്തിൽ മാരക പിരിവ് നടത്തുന്നില്ല. ഞങ്ങളുടെ അടുത്തേക്ക് ബക്കറ്റ് വരണ്ടെന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് തരാൻ വേണ്ടിയിട്ടാണ്. ആ കൂട്ടത്തിൽ സംഘാടകൻ എന്നോട് പറഞ്ഞു, സാർ നിങ്ങൾക്ക് പനിയാണ്, പിന്നെ ഒരു വല്ലാത്തൊരു പിരിവ് ഇടങ്ങറാക്കിയിട്ട് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അതവർ മാന്യത കൊണ്ട് പറഞ്ഞാണ്. അങ്ങനെ പറയാൻ സംഘാടകർക്ക് കൂടുതൽ നമ്മൾ കൊടുക്കണം. അപ്പം നിങ്ങളൊക്കെ പരമാവധി ഇന്നല്ലെങ്കിൽ നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്താൽ മതി, നാളെ കൊടുത്താൽ മതി. ഈ സദസ്സിൽ ബദരീങ്ങൾ ഓർമ്മയിൽ ഒരു 313 കൊടുക്കാൻ പറ്റണവരൊക്കെ ഒന്ന് എണീച്ചെന്നാണ്. ഇന്ന് കൊടുക്കേണ്ട നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്താൽ മതി, ഒന്ന് എണീച്ചെന്നാണ്. 313 ചെറിയ ഒരു സംഖ്യ. 500 കൊടുത്താൽ മതി, ബാക്കി ഒരു ചില്ലറ വരും. ബാക്കി ചില്ലറ തന്നിട്ടില്ലെങ്കിൽ പൊരുത്തപ്പെട്ടാൽ മതി. ഒരു 313 ഇപ്പം ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊടുത്തോളിയെങ്കിൽ നാളെ കൊടുത്താൽ മതി. എണീറ്റിക്ക് 1 എണീറ്റിക്ക് 2 3 4 5 6 എണീറ്റിക്ക് 7 8 9 10 11 12 13 14 15 16 17 18 19 20 ആളേ ഉള്ളൂ. ഈ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് പോയി ഒരു 313 കൊടുക്കാൻ പറ്റുന്നവര് ഒന്ന് വേഗത്തിലേക്ക് 20 21 അൽഹംദുലില്ലാ 21 ആ പെണ്ണുങ്ങളെ ആ 313 ഉദ്ദേശിക്കുന്ന ആളുകൾ പെട്ടെന്ന് എഴുതി കൊടുത്താൽ തങ്ങളെ ദ്വായിലേക്ക് കൊടുത്തും. ഈ പറഞ്ഞ ആളുകളെടുത്ത് പൈസ ഉള്ളവരാണെങ്കിൽ തങ്ങളെ കയ്യിലൊന്ന് കൊടുത്തു കൊടുത്താൽ വലിയ ബർക്കത്ത് ഈ സാഹചര്യം കൊടുത്താൽ 500 കൊടുത്താൽ മതി. ബാക്കി നിങ്ങൾ പൊരുത്തപ്പെടെ ചില്ലറ ഇവിടെ ഉണ്ടാവില്ല. ചില്ലറക്ക് വലിയ ക്ഷാമമുള്ള സമയം കൂടിയാണ് മനസ്സിലാക്കണം. അപ്പോൾ പൊരുത്തപ്പെട്ട കൂലി വേറെയും കിട്ടും. 500 ഒന്നൊരു വിഷയമല്ലല്ലോ. അതുകൊണ്ട് ഒരു ശവായി ഒരു ജ്യൂസും കുടിച്ചപ്പോൾ 510 ആകുന്നത്. അത് നമ്മൾ മധുരങ്ങളെ പേരിലല്ലേ ചോദിക്കുന്നത്, വേറെ ഒന്നുമല്ലല്ലോ. അതുകൊണ്ടൊന്ന് എണീറ്റിക്ക് പറ്റുന്നവരൊക്കെ. അപ്പോൾ ശവായി ഷവർമൊക്കെ തിന്ന ആൾക്കാർ കുറേ സാഹസിലിരിക്കുന്നുണ്ടാവും. കറാമത്തിന്റെ കോഴി എന്ന് പറക്കണ്ട 28 ദിവസം കൊണ്ട് 3 കിലോനാണ്.
എന്തൊക്കെയാ അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. വയറ്റിലൊക്കെ ആ കോഴി നിറഞ്ഞിക്കണം. ആ സമയത്ത് സദക്കയും കൂടി കൊടുത്തില്ലെങ്കിൽ എപ്പോഴാ കിഡ്നി പോകുമെന്ന് അറിയില്ല. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് കുറേ ഏതായാലും വയറ്റിലായി. അതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സഹായിക്കണം. ഇപ്പോൾ ഈ നീറ്റുന്ന ആളുകളുടെ കൂട്ടത്തിൽ 10-21 ആളുകൾ നീറ്റുന്നു. അവരിൽ 313 500 കൊടുത്താൽ മതി. കയ്യിലുള്ളവരൊന്നും നീച്ചേരി, അത് വലിയൊരു വർക്കത്തല്ലേ. ഒന്ന് നീച്ചെന്നുള്ളൂ. ഒരാൾ നീക്കാൻ കാത്തിക്കണം. അൽഹംദുലില്ലാ വേക്കുന്ന ഒരാൾ നീച്ചത് അല്ല ഉള്ളവർ അല്ലെങ്കിൽ നാളെ കൊടുത്താൽ മതി. ഉള്ളവരൊന്നും വരികയാണെങ്കിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇനി എല്ലാവരും വരി. പരമാവധി 313 ആക്കാൻ നോക്കി, 500 കൊടുക്കാൻ നോക്കി. 1000 കൊടുത്താൽ വളരെ നല്ലത്. 100-ൽ കുറയാതിരിക്കണം, ശ്രദ്ധിക്കുക. ഞാൻ 50 ഉള്ളെങ്കിൽ വരാതിരിക്കണ്ട. എല്ലാവരും വന്നോളൂ. തങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ എന്നോട് സംഘാടകരോട് ഞാൻ ഏറ്റെടുക്കുകയാണ്. എല്ലാവരും വരും, അതിലെല്ലാവരും പങ്കെടുക്കുക. എല്ലാവരും വരും, എല്ലാവരും വരും. ആ ബാക്കിൽ ഇരിക്കണവർക്ക് പോലെ തങ്ങളെ കയ്യൊന്ന് പിടിച്ചോളി. വരും വരും, എല്ലാവരും വരും. സല്ലല്ലാഹു അലാ മുഹമ്മദ്. 313 500 കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ കൊടുക്കുക. ഒറ്റ പിരിവേ ഉള്ളൂ, വേറെ പിരിവൊന്നും ഇവിടെ ഇല്ല. ഇവരിന്നോട് വല്ലാതെ നിങ്ങളെ തളർത്തിയിട്ട് പിരിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നുള്ള പിരിവക്കത്തിന് തികയും വേണം. അതുകൊണ്ട് ഒരു നല്ല ഉഷാറാക്കി കൊടുക്കും ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 പെണ്ണുങ്ങളെ നിങ്ങളെ ഭാഗത്ത് നന്നായിട്ട് സഹായിക്കണം. ഒരുപാട് ആയിരങ്ങൾ ഒരുമിച്ചുകൂടി ഒരു സാഹസമൊന്നുമല്ല. ഉള്ള ആളുകൾ പരമാവധി നല്ല രൂപത്തിൽ സഹായിച്ചിട്ടില്ലെങ്കിൽ സംഘാടകരുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരാണ് നമ്മളെ സംസ്ഥയുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, കർമ്മോത്സുകരായ പ്രവർത്തകന്മാരാണ്. അവരെ നിരാശപ്പെടുത്തരുത്. പരമാവധി എല്ലാവരും നല്ല രൂപത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹകരിക്കണം, സഹായിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ അൽഹംദുലില്ലാഹ് പലരും 313 തന്നെയാണ് കൊടുക്കുന്നത്. അള്ളാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. എല്ലാവർക്കും അള്ളാഹു തആല ജാരിയ സദഖയെ സ്വീകരിക്കട്ടെ. എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു തീർത്തിട്ട്, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. ത്വാഅത്തിലുള്ള ദീർഘായുസ്സ് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കൂട്ടത്തിൽ അഞ്ഞ് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഇടപെടലാണ്, അവരുടെ നസീഹത്തും അവരുടെ ദുആയൊക്കെയാണ്. തങ്ങളുടെ നസീഹത്തിന് ഇരിക്കാനും ദുആക്ക് പങ്കെടുക്കാനൊക്കെ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഇശാ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിക്കാത്ത കുറെ ആൾക്കാർ ഇതിലുണ്ടാവും. നിങ്ങൾ പെണീറ്റ് വരുത്. കാരണം ഇശാ കുറേ സമയമുണ്ട്. പിന്നെ അവ്വൽ വക്ത് എന്നുള്ളത് പ്രഭാഷകന്മാരായ ഞങ്ങൾക്ക് പലപ്പോഴും നടക്കൂല. എന്തുകൊണ്ടാ വെച്ചാൽ പലയിടത്തും മഗ്‌രിബിന് ശേഷം സ്റ്റേജിൽ കയറാനായി, വാള് നിർത്തുമ്പോൾ 10-10 അതിൻ്റെ ഇടയിൽ നിസ്കരിച്ച് പോയാൽ അപ്പോൾ പിന്നെ പൊതുവെ ഇന്ത്യൻ നിസ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിക്കണം. ജമാഅത്ത് കളിയില്ല.
അതേ രീതിയിൽ നിസ്കരിക്കാതെ വന്നിരിക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ വാള് കഴിഞ്ഞിട്ട് ഉറങ്ങി എണീച്ചിട്ട് നിസ്കരിക്കാന്ന് കരുതരുത്, പിന്നെ എണീക്കലുണ്ടാവില്ല. അങ്ങനെയാണ് സുബിയാവും, കലാവും. വാള് കഴിഞ്ഞ് പോയ ഉടനെ ഇശാ നിസ്കരിച്ചിട്ടല്ലാതെ ഉറങ്ങരുത്. നിസ്കാരം കലാക്കുന്ന ഒരു വലിയ അപകടം, കുഫർ വന്നു ചേരും. നിസ്കാരം കലാക്കിയാൽ പിന്നെ നെക്സ്റ്റ് കുഫറാണ്, അതിന്റെ ഇടയിൽ വേറെ സംഗതി ഇല്ല എന്നാണ്. അത്ര വലിയ ഗുരുതരമായ പാപമാണ്. ആരും അത് ചെയ്യരുത്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഞാനും ഇശാ നിസ്കരിച്ചിട്ടില്ല, മാത്രമല്ല എനിക്ക് ശക്തമായ തലവേദനയും അതുപോലെ ജലദോഷം, തൊണ്ടടപ്പൊക്കെ ഉണ്ട്. നാളെ 2-3 പരിപാടികൾ രാവിലെ ഉച്ചയ്ക്കും രാത്രിയൊക്കെ വേറെയുണ്ട്. അപ്പോൾ തങ്ങളെ ദുആക്ക് ഞാൻ പറഞ്ഞ് ചിലപ്പോൾ ഞാനാണ്ട് പോയാൽ തങ്ങളെ ദുആക്ക് ആമീൻ പറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ പലയിടത്തും പറഞ്ഞേക്കാം. ആ സോക്കട് മാറി, ഇല്ല കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടായി, തങ്ങൾ മന്ത്രിച്ച് തേൻ കുടിച്ചപ്പോഴേക്ക് അത് മാറി ഇത് മാറി. അവർ ദുആയിൽ പങ്കെടുത്തപ്പോൾ വന്നത് തളർന്നിട്ടായിരുന്നു, തിരിച്ചു പോയപ്പോൾ ആശ്വാസം. പലതും അവർ നമുക്കൊന്നും ഇല്ലാത്ത സ്ഥാനമാനങ്ങൾ അവർക്കുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന് അവരുടെ ആ രക്തം അതന്നെ നേരെ പോണത് മദീനത്തേക്കാണ്. നമ്മളെ രക്തം അതിൻ്റെ ഇടയിൽ കുറേ പറങ്കോടനും കുമാരനും അതുപോലെ തന്നെ അയ്യപ്പനും ഇങ്ങനെ ഭീകരനും വീരപ്പനൊക്കെ ഇടയിലുണ്ടാവും. വാപ്പാൻ്റെ എണ്ണ എൻ്റെ വാപ്പാൻ്റെ ഒരു കുഞ്ഞാലി മുസ്ലിയായിരുന്നു, വാപ്പാൻ്റെ ഒരു ഇബ്രാഹിംകുട്ടി മുസ്ലിയായിരുന്നു, അവരെ വാപ്പാൻ്റെ ഒരു കുഞ്ഞാലി മുസ്ലിയായിരുന്നു, അവരെ വാപ്പാൻ്റെ ഒരു ചിലപ്പോൾ ഇബ്രാഹിംകുട്ടി മുസ്ലിയാരായിരിക്കും. ഞാൻ വല്ല അന്വേഷിക്കാൻ പോയിട്ടില്ല. എന്തുകൊണ്ട്? ചിലപ്പോൾ ഇബ്രാഹിംകുട്ടി ആവില്ല, ചിലപ്പോൾ കേളപ്പനായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കി ചിരിക്കണ്ട, നിങ്ങളതിനേക്കാളും കൊപ്പരാണ് ഈ കാര്യം. ചിലപ്പോൾ നമ്മളൊക്കെ ആ വിഷയത്തിൽ നിങ്ങൾ ഇങ്ങനെ അത്ഭുത ജന്തുവിൻ്റെ കാര്യം നോക്കി ചിരിക്കണ്ട, നമ്മളൊക്കെ ആ വിഷയത്തിൽ ഒരുപോലെയാണ്. പക്ഷേ ഇതങ്ങനെ ഉണ്ടാവില്ല. ഇത് ഇവിടുന്ന് നേരെ മദീനത്തേക്ക് ഒറ്റ ചോരയാണ്. അത് ചെന്ന് മുട്ടുന്നത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഓല വരുമ്പോൾ നമ്മൾ നീച്ചിക്കணும், ധൈര്യമായിട്ട് കൈയൊക്കെ പിടിച്ച് മുത്തണു. നമ്മളിതൊക്കെ ചിലപ്പോൾ അമർത്തി മുത്തിയ അടിയിൽ നിന്ന് നജസ് എങ്ങനെ ഇളകും, ഇതെങ്ങനെ മുത്തിയാലും അത് ഇളകൂല. അപ്പം അതുകൊണ്ട് അവരൊക്കെ ദ്വായിൽ പങ്കെടുക്കാന്നൊക്കെ വലിയ ഭാഗ്യം. നമുക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ അവസ്ഥ തങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ പോയാലും തങ്ങൾ എനിക്ക് വേണ്ടി ദ്വാർക്കുന്നു എനിക്കറിയാം. അവരൊക്കെ ദ്വായിലെ ഊർജ്ജമാണ് ഞങ്ങളുടെ പ്രഭാഷണത്തിലെ അന്തസ്സ് ഞങ്ങൾക്കറിയാം. തങ്ങൾ ദ്വാർക്കണം. എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, പരിപാടികളൊന്നാണെങ്കിലോ തങ്ങളെ ഓർമ്മയിലാണ്. പരിപാടിയിലൊന്നാണ് കട്ടായി കിട്ടില്ല. എന്നിപ്പോൾ ഇവിടെ വിളിച്ച് ഒഴിവാക്കാൻ ഒരുപാട് നോക്കിയതാ, ഇവിടെയും പറ്റില്ല. നാളെ ഒഴിവാക്കാൻ വേണ്ടി മൊബൈൽ എടുക്കാൻ തന്നെ പേടിയാണ്. കാരണം താന്നൂർ കടപ്പുറത്താണ്. അവർക്ക് സ്വഭാവമുണ്ട്, സ്നേഹിച്ചാൽ കരലിൽ പറിച്ചിട്ടാണ് ഇത് ദേഷ്യം പിടിച്ച മനുഷ്യനെ ഇവറാക്കി തരും. അപ്പം അതുകൊണ്ട് അങ്ങോട്ടേ വിളിച്ച് പറയാൻ തന്നെ പറ്റില്ല. അതിന് മുമ്പ് വേറെയും പരിപാടികളുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഇരിക്കാതെ പോകുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരാളും പോവാതെയും പോകുന്നവരെ പോവാതിരിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടും എല്ലാം കഴിഞ്ഞുകൊണ്ട് അവസാനം പോകാൻ പാടുള്ളൂ. ദുആ വസിയത്തോടു കൂടി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.